ഗുഡ് ഈവനിങ് അച്ഛ. വളരെയധികം ഗുഡ് സന്തോഷമുണ്ട്. ഈവനിങ്. ഇന്ന് നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട ടി പി കുര്യൻ അച്ഛനാണ്. പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ ജീവിതവും ദർശനവും അതിനെയൊക്കെ പറ്റിയും അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയൊക്കെ പറ്റിയും നമ്മൾ ഇന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ടി പി കുര്യൻ അച്ഛനുമായിട്ട് സംവദിക്കുകയാണ്. അച്ഛനെ ഒത്തിരി ബഹുമാനത്തോടെ ഈ ഇന്റർവ്യൂ സീരീസിലേക്ക് താങ്ക് സ്വാഗതം യു. ചെയ്യുന്നു. പ്രത്യേകിച്ചും നമുക്ക് ഈ സമയത്ത് അച്ഛ നമുക്ക് ആരംഭിക്കാം. അച്ഛാ, ആദ്യമായിട്ട് അച്ഛൻ പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയെ ഏത് സന്ദർഭത്തിലാണ് കാണുന്നതും പരിചയപ്പെടുന്നത്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുമേനിയെ പറ്റി ചെറുപ്പത്തിൽ ഒത്തിരി കേട്ടിട്ടുണ്ട്, അഭിമാനം തോന്നിയിട്ടുണ്ട്. നേരിട്ട് കാണുക എന്ന് പറയുന്ന ഒരു അല്പം വയ്യ. കാരണം തിരുമേനി മിക്കവാറും ഒക്കെ വിദേശ രാജ്യങ്ങളിലുമൊക്കെ യാത്രയിലും മറ്റുമൊക്കെ ആവുന്നത് കൊണ്ട് നാട്ടിൽ പലപ്പോഴും അവൈലബിൾ ചുരുക്കമായിട്ട് ഉണ്ടാകാറ്. പക്ഷേ എൻ്റെ പിറവം എന്ന് പറയുന്നിടത്ത് അടുത്ത എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ നിന്ന് തിരുമേനിയുടെ സ്ഥലത്തേക്ക് തൃപ്പൂണിത്തറ 21 കിലോമീറ്റർ. തടിക്കൻ എന്ന് പറയുന്ന കുടുംബത്തിലെ അംഗമാണ്. മറ്റൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ തിരുമേനിയുടെ അമ്മ മുളന്തുരുത്തിലാണ്. അപ്പൊ മുളന്തുരുത്തില് തോപ്പിൽ പൊനോടുത്ത വീട്ടിലെ ആയിരുന്നു അമ്മ. അപ്പോൾ ഈ പൊനോടുത്ത വീട്ടിലെ ആ, ഒരു സ്ത്രീരത്നത്തെയാണ് എൻ്റെ അപ്പാപ്പൻ കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അമ്മാമ്മയിൽ നിന്നൊക്കെ തിരുമേനിയെ പറ്റിയൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഈ തിരുമേനിക്ക് അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ജീവൻ, ഭയങ്കര സ്നേഹവും. തിരുമേനി സാധാരണ ഇതിനെപ്പറ്റി പറയുന്നത് ഈ വിശ്വാസം പകർന്നു കൊടുത്തത് അമ്മയാണെന്ന് തിരുമേനി പറഞ്ഞതായി അമ്മാമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, പിന്നീട് തിരുമേനി ആ, പൗരോഹിത്യത്തിലേക്കും മേൽപ്പെട്ട സ്ഥാനത്തേക്കും ഒക്കെ വരുന്നതിനോടനുബന്ധിച്ച് തിരുമേനി തന്നെ പറയുന്നുണ്ട്, തന്റെ അപ്പോസ്തോലിക പിന്തുടർച്ച അത് എൻ്റെ അമ്മയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് എന്ന്. അപ്പൊ സ്ത്രീകളുടെ ആ ഒരു പ്രാധാന്യം എടുത്ത് കാണിച്ചുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ തിരുമേനി അമ്മയിൽ അഭിമാനിക്കുന്ന ഒരു കാര്യവും അമ്മാമ്മയിൽ നിന്ന് കൂടുതലായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മാമ്മ ഇങ്ങനെയാ പറയുന്നത്. തിരുമേനി പറയും, വിശ്വാസം ഞങ്ങൾ മക്കൾക്ക് കൈമാറി തരുന്നതിന് ഉള്ളതായ ഒരു സ്വഭാവശുദ്ധിയും അതുപോലെ തന്നെ വിജ്ഞാനവും അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ കേട്ട് ഒത്തിരി അഭിമാനിച്ച് ദൈവത്തെ സ്തുതിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പ് ഞാൻ നടക്കുന്നു. അത് പ്രകാരം സെമിനാരിയിൽ വിശ്വപൗരൻ എന്ന വിധത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന തിരുമേനിയെ പറ്റി വളരെ കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായി കാണുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കോട്ടയത്ത് സെമിനാരി പ്രവേശനവുമായി ബന്ധപ്പെട്ട അഭിമുഖ സന്ദർഭത്തിലാണ്. അച്ഛാ, ആ സന്ദർഭത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും തലേ ദിവസം എൻ്റെ പിതാവിൻ്റെ ഒപ്പം ഞാൻ പഴയ സെമിനാരിൽ എത്തുന്നു. അവിടെ വന്നതിന് ശേഷം ടെസ്റ്റ് നടത്തിയത് ഏതാണ്ട് 100 പേരോളം അടുത്ത് അന്ന് എഴുത്തു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആവശ്യമുള്ള സംഖ്യ എന്ന് പറയുന്നത് 24 പേരെ ആവശ്യമുള്ളൂ. അപ്പൊ അന്നും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലാകാൻ പറ്റും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 80 പേരിൽ താഴെ 70-ന് മേളിൽ ആയിട്ട് പാർട്ടിസിപ്പൻസ് ഇതിൽ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ പരീക്ഷ കണ്ടക്ട് ചെയ്തത് കെ എം ജോർജ് അച്ഛനാണ്. കെ എം ജോർജ് അച്ഛൻ അത് കണ്ടക്ട് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം അഭിമുഖത്തിന് വേണ്ടി ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള സമയമായി. അപ്പോ തിരുമേനി അടക്കം മറ്റ് ഇവാനിയ തിരുമേനി, യൗസേപ്പിയ തിരുമേനി, ഒസ്താത്യോ തിരുമേനി, അതുപോലെ തന്നെ മറ്റ് ഫാക്കൽറ്റിയിൽപ്പെട്ടവർ അടക്കമുള്ള ഏതാണ്ട് ഒരു 14 പേരോടുമുള്ള ആ ആ ഒരു ഇന്റർവ്യൂ ബോർഡിനെ അഭിസംബോധന ചെയ്യത്തക്ക രീതിയിൽ എന്നെ വിളിച്ചത്. അപ്പൊ കെ എം ജോർജ് അച്ഛൻ എന്നെ വിളിച്ചിട്ട്, കുര്യൻ പരീക്ഷ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അന്നേരം തന്നെ ഒരു വലിയൊരു സന്തോഷം തോന്നി. ഏതായാലും അകത്ത് കയറി. അപ്പോ പ്രിൻസിപ്പൾ എന്നുള്ള രീതിയിൽ തിരുമേനി കയറി ചെന്ന എന്നെ ഒന്ന് ശ്രദ്ധിച്ചു. അപ്പൊ വീടും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴും ഞാൻ ഈ അമ്മാമ്മ തിരുമേനിയുടെ അമ്മയുടെ കുടുംബത്തിൽ നിന്നുള്ളതാണെന്നുള്ളത് ഞാൻ പറയാനൊന്നും പോയില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അതിനെപ്പറ്റി വലിയ ഗൗരവമൊന്നും കൊടുത്തില്ല.
പിന്നെ പൗരോഹിത്യ ജീവിതവുമായി ബന്ധിപ്പിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് വരുന്നത് എന്നുള്ള ചോദ്യം, അത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുടുംബത്തിൽ അച്ഛന്മാർ പലരും ഒക്കെ ഉണ്ടെങ്കിലും ആദ്യ സമയങ്ങളിൽ എനിക്ക് പൗരോഹിത്യത്തിലോട് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ക്രിസ്തീയ കാഴ്ചപ്പാടില് ക്രിസ്തുവിന്റെ ആശയങ്ങൾ പ്രവൃത്തിപഥത്തിൽ വരുത്തിക്കൊണ്ടുള്ള പ്രവർത്തന മേഖല, ചാരിറ്റി ബേസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഫിലിയേറ്റഡ് ആയിരിക്കുന്ന ഇന്റർ ഡിനോമിനേഷണൽ ആൻഡ് ഇന്റർനാഷണൽ നമ്മുടെ ചെന്നൈ HBI എന്ന് പറയുന്ന വേദശാസ്ത്ര പഠന കേന്ദ്രത്തിൽ ഞാൻ എൻ്റെ BTH പഠിക്കത്തക്ക രീതിയിൽ ചേർന്നു. ഗുരുകുൽ തിയോളജിക്കൽ സെമിനാരി തൊട്ട് ചേർന്നാണ്. അവിടുത്തെ ലൈബ്രറി ഒക്കെ മിക്കവാറും കൂടുതലായിട്ട് ഉപയോഗിച്ചത് ആ കാലഘട്ടത്തിൽ ഞാനിപ്പോഴും ഉപയോഗിച്ച കാര്യമൊക്കെ ഓർക്കുകയാണ്. അപ്പൊ ഞാൻ അതിനെപ്പറ്റിയൊക്കെ തിരുമേനിയോട് ഇങ്ങനെ വേദശാസ്ത്ര പഠനം അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ബ്രോഡ്വേയിൽ നമ്മുടെ പള്ളിയിൽ, സെന്റ് തോമസ് കാത്തീഡ്രൽ പള്ളിയിൽ മദ്രാസില്, അപ്പൊ ആ പള്ളിയില് ആ സമയത്ത് ഉണ്ടായിരുന്ന അച്ഛന്മാരും ഒക്കെ ആയിട്ട് നല്ല ഒരു പീലിപ്പോസ് റമ്പാച്ച കോർപ്പിസ്കോപ്പ അച്ഛനായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെങ്ങന്നൂരുള്ള ജോർജ് വർഗീസ് അച്ഛൻ, അപ്പൊ അവരുമായിട്ടും ജോർജ് വർഗീസ് അച്ഛന്റെ കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ട് വളരെ താല്പര്യത്തോടു കൂടി അവിടെ സൺഡേ സ്കൂള്, യുവജന പ്രസ്ഥാനം, അതിനോട് ചേർന്നുള്ള ബാക്കി കാര്യങ്ങളിലും ഒക്കെ ആക്ടിവിറ്റീസിലും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് പോയി. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോൾ അവിടെ ഓരോ പിതാക്കന്മാരും മറ്റുമൊക്കെ വരുന്ന സമയത്ത്, പരിചയപ്പെടുന്ന സമയത്ത്, ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉന്നയിക്കുന്ന സമയത്തൊക്കെ എന്തുകൊണ്ട് കുര്യന് സെമിനാരി ചേർന്ന് വൈദികനായി കൂടാ എന്നുള്ള ഒരു, അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിനെ സംബന്ധിച്ച് വീണ്ടും ചിന്തിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ വൈദിക ജീവിതത്തിലേക്ക് വരാനുള്ള ആഗ്രഹം ജസ്റ്റ് ഒരു ചാരിറ്റി ബേസിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല, വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒത്തിരി കാര്യങ്ങൾ അതുമായി ബന്ധിപ്പിച്ചൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ആ ഒരു ഒത്തിരി പ്രാർത്ഥിച്ചു, തീരുമാനമെടുത്തു. ആ കാര്യമൊക്കെ തിരുമേനോട് ഞാൻ സൂചിപ്പിച്ചു. അപ്പൊ അതിനോടിടയ്ക്ക് ബാക്കി ബോർഡിലുള്ളവരും പലരും ഒക്കെ പലതുമൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തു. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. ആ തിരുമേനിയുടെ ആ രൂപവും ഭാവവും ഫോട്ടോയിലും ഒക്കെ മാത്രമേ ആ സമയങ്ങളിൽ പത്രങ്ങളിലും മറ്റുമൊക്കെ ഉള്ളത്, അമ്മാമ്മയിൽ നിന്നും ഉള്ള ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്നും ഒക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ നേരിട്ട് കണ്ടപ്പോ എനിക്ക് ഒരു ഭയങ്കര സന്തോഷമോ എന്തൊക്കെയോ ഒരു നേരത്തെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അഭിമാനം ഒന്നുകൂടി വർദ്ധിക്കത്തക്ക രീതിയിൽ ആ രൂപവും ഭാവവും ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അതാണ് മുഖ്യമായിട്ടും ആ അഭിമുഖ സമയത്ത് ഓർമ്മയിൽ വരുന്ന ചില ചിത്രം. അച്ഛാ, പഴയ സെമിനാരിയുടെ 175-ാം വർഷത്തിന്റെ സെലിബ്രേഷൻസ്, അതിന്റെ ആ സമയത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ പഠന സമയം 4-ാം വർഷം അവസാനത്തെ സെമ്മിൽ ഒരു ഫാക്കൽറ്റി മീറ്റിംഗ് നടക്കും. ഫാക്കൽറ്റി മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം 175-ാമത് സെമിനാരിയുടെ വാർഷിക ജൂബിലിയോടനുബന്ധിച്ചുള്ള ജനറൽ കോർഡിനേറ്റർ ആയിട്ട് നമ്മുടെ മുൻ പ്രിൻസിപ്പൾ കൂടി ആയിരിക്കുന്ന ഡോക്ടർ ജേക്കബ് കുര്യൻ അച്ഛനായിരുന്നു. അച്ഛന് ഫാക്കൽറ്റി കഴിഞ്ഞ് ഉടനെ പിന്നെ വേറെ എങ്ങും പോകാതെ ഓടി. അപ്പോൾ നമ്മുടെ സെമിനാരിയിലെ ലൈബ്രറിയുടെ അപ്പുറത്ത് ഉള്ള ചേർന്നുള്ള ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ എൻ്റെ റൂമിൽ കൂടി വന്നു. എനിക്കൊരു പരീക്ഷയുടെ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ അച്ഛൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഫാക്കൽറ്റിയിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അപ്പൊ അതിൻ പ്രകാരം 175-ാമത് വാർഷിക ജൂബിലിയോടനുബന്ധിച്ച് അച്ഛൻ്റെ സർവീസ് സെമിനാരിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഒരു രീതിയിലും ഉത്തരം എനിക്ക് ഉടനെ പറയാൻ പറ്റില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ. തീർച്ചയായിട്ടും തിരുമേനിയുടെ, പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിലുള്ള ആഘോഷ പരിപാടികളിൽ ഭാഗഭാക്കാവുക എന്നുള്ളത് ഒരു അനുഭവം തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ എൻ്റെ ഇടവ മെത്രാപ്പൊലീത്ത ജോസഫ് മാർ പക്കുമിയസ് തിരുമേനിയായിരുന്നു. തിരുമേനിയോട് എനിക്ക് ചോദിക്കണം. അതുകൂടാതെ കോട്ടയത്തെ യുവാനി തിരുമേനി കോട്ടയം ഭദ്രാസനത്തിലേക്ക് ചെല്ലുന്നതിന് ക്ഷണിച്ചിട്ടുണ്ട്. ഇടുക്കി ഭദ്രാസനത്തിലേക്ക് ബർണബാസ് തിരുമേനി ക്ഷണിച്ചു. യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തക്കവണ്ണം തോമസ് അച്ഛൻ അടക്കമുള്ളവർ താല്പര്യം പ്രകടിപ്പിച്ചു. പീലിപ്പോസ് തിരുമേനി, തൈപ്പലോസ് തിരുമേനിയും അന്ന് ജോർജ് കുര്യൻ അച്ഛൻ, ഇപ്പോഴത്തെ കുർലോസ് തിരുമേനിയും MGOസിസത്തിൽ പ്രവർത്തിക്കത്തക്ക രീതിയിൽ ഇങ്ങനെ ആവശ്യപ്പെട്ടു. അപ്പൊ ആകെ ഒരു കൺഫ്യൂഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ ഈ വിവരം പറഞ്ഞു. അപ്പൊ ആ വീട്ടുകാർ പറഞ്ഞു, സെമിനാരി തുടരുന്നതല്ലേ നല്ലത്,
കുറച്ചുകൂടെയൊക്കെ അറിവും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടാനും സാധ്യതയുണ്ടല്ലോ. അപ്പൊ അതുകൂടാതെ ഞാൻ ഇടമെത്രാപ്പൊലിത്തയോട് പറഞ്ഞപ്പോൾ അത് തിരുമേനി ആ രീതി പറഞ്ഞ അച്ഛന് താല്പര്യമാണെന്നുണ്ടെങ്കിൽ തുടർന്നതിന് കുഴപ്പമില്ല. അപ്പൊ അതിൻ പ്രകാരം ജേക്കബ് കുര്യനച്ഛൻ എൻ്റെ മുറിയിൽ വന്ന് പറഞ്ഞ അതിന് ശേഷം ഞാൻ യെസ് പറയുണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുമേനിയെ കണ്ടതായ സന്ദർഭത്തിൽ തിരുമേനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഈ ഫൈനൽ ഇയർ എന്നുള്ള രീതിയിൽ ഷമാശമാർക്ക് സെന്റ് ഓഫ് മീറ്റിംഗ് അല്ലെങ്കിൽ തിരുമേനിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു കൂടിവരവ് തിരുമേനിയുടെ മുറിയിൽ ക്രമീകരിച്ചപ്പോഴും മറ്റുമൊക്കെ ഭയങ്കര സ്നേഹവാത്സല്യത്തോടു കൂടിയുള്ള ആ ഇടപെടലുകളും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അതുപ്രകാരം ഞാനത് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് തിരുമേനിക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നു എന്നുള്ള അറിവ് കിട്ടിയപ്പോൾ തിരുമേനിയുടെ മുഖത്ത് ഒത്തിരി സന്തോഷം നെരളിക്കുന്നതായിട്ട് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു എന്നതാണ്. ഈ 175ാമത് ജൂബിലി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഞാനൊരു സെമിനാരിയിൽ 4 വർഷം പഠിച്ചു. അതുകൂടാതെ ഒരു 4 വർഷം ഈ ജൂബിലിയുമായി ബന്ധിപ്പിച്ച വിവിധ പ്രൊജക്റ്റുകൾ അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അവിടെ ബാക്കിയുള്ളവരെല്ലാം പെട്ടിയൊക്കെ എടുത്ത് തിരിച്ച് അവരവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ മാത്രം പോകാതെ അവിടെ പിറ്റേ മാസം മുതൽ ആരംഭിക്കത്തക്ക രീതിയിൽ ഞാൻ അവിടെ തുടരുകയാണ്. അവിടെ ആദ്യത്തെ ഒരു സംഗതി എന്താ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലങ്കര സഭ മൊത്തമായിട്ടും ഒരു അഖണ്ഡ ജാഗരണ പ്രാർത്ഥന നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ തിരുമേനിയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ആ ഒരു പ്രവർത്തന കാഴ്ചപ്പാടിൽ ജോഷുവ അച്ഛൻ, അതുപോലെ തന്നെ ജേക്കബ് കുര്യൻ അച്ഛൻ, ഇവാനിയോസ് തിരുമേനി, അതുപോലെ തന്നെ ഒസ്താത്യോസ് തിരുമേനി, ഇവര് അടക്കമുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സും ഒക്കെ കാലത്തിൽ വലിയ താല്പര്യം ഒക്കെ ആയതിന്റെ വെളിച്ചത്തിൽ ജേക്കബ് കുര്യനച്ഛനും ഞാനും കൂടി ഇരുന്ന് അത് വർക്കൗട്ട് ചെയ്തിട്ട് ഒരു 1 ഡേ വിജിൽ പ്രയർ ബുക്ക് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ഏതാണ്ട് ഒരു 100 പേജോളം വരുന്ന എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബുക്കാണ് തയ്യാറാക്കിയത്. അത് 12 മണിക്കൂർ നേരത്തേക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ അതിൻ പ്രകാരം 1989 അവസാനത്തെ ദിവസം ഡിസംബർ മാസം അവസാനത്തെ ദിവസവും 1990 ആദ്യത്തെ ദിവസവുമായി ക്ലബ് ചെയ്തുകൊണ്ട് ഈ അഖണ്ഡ ജാഗരണ പ്രാർത്ഥന മലങ്കരയിലെ എല്ലാ ഇടവുകളിലും നടത്തത്തക്ക രീതിയിൽ പരിശുദ്ധ പട്ടക്കുന്ന തിരുമേനിയുടെ കൽപ്പനയടക്കം പുസ്തകം എല്ലാം തയ്യാറാക്കി എല്ലാ പള്ളികളിലും എത്തിച്ചു കൊടുത്തതായിരുന്നു ഒരു വലിയ ആദ്യത്തെ ഒരു പ്രൊജക്റ്റ് എന്ന് പറയും. രണ്ടാമത് അതിനോട് ചേർന്നുള്ള ഒരു പ്രൊജക്റ്റ് ഒരു ഡോക്യുമെന്ററി ആയി. അത് സഭയുടെ ചരിത്രവും അതുപോലെ തന്നെ ആരാധനയും സാംസ്കാരിക ജീവിതവും പെരുന്നാളുകളെ കുറിച്ചും സഭയുടെ മറ്റു ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ കാസറ്റ് അത് ഇറക്കുക എന്നുള്ളതായിരുന്നു ഈ ഡോക്യുമെന്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രകാരം ഞങ്ങളുടെ ആ കാര്യത്തിലേക്കുള്ള ആദ്യത്തെ ഒരു കാൽവയ്പ് നമ്മുടെ 1989 പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ വെച്ച് നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അത് അതുപോലെ തന്നെ അഭ്രപാളിയിലേക്ക് പകർത്തുക. അതുപോലെ എന്ന് പറയുമ്പോൾ സഭാ മക്കൾക്ക് മലങ്കര സഭയിലുള്ളതായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി ആളുകൾക്ക് അത് ബോധ്യപ്പെടുത്തക്ക രീതിയിൽ തന്നെ അത് ചിത്രീകരിക്കത്തക്ക രീതിയിൽ വലിയ ഒരു ടീം അവിടെ അവൈലബിൾ ആക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ആ സമയത്തുമൊക്കെ ജേക്കബ് കുര്യനച്ഛൻ ആണ് ഇതിന്റെ ജനറൽ കോർഡിനേറ്റർ എന്നുള്ളത് കൊണ്ട് എപ്പോഴും അച്ഛൻ എനിക്ക് ഭയങ്കര ഒരു സഹായം ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം എപ്പോഴും ഗ്രിഗോറിയോസ് തിരുമേനിയെ കോൺടാക്ട് ചെയ്ത് പല കാര്യങ്ങളുമായി ബന്ധിപ്പിച്ച് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക എന്നുള്ളതും ശ്രദ്ധിക്കണമായിരുന്നല്ലോ. അപ്പൊ ഏതായാലും ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴും അതുപോലെ തന്നെ ഓരോ എപ്പോഴും ഇവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് അവൈലബിൾ ആകുന്ന സമയങ്ങളിലുള്ള മീറ്റിങ്ങുകളിൽ തിരുമേനി അവൈലബിൾ ആകുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നിക്കുന്ന തരത്തിൽ ആ മുഖഭാഗമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഈ പറയുന്ന ഡോക്യുമെന്ററിയുടേതിന് നമ്മുടെ ഇപ്പൊ സിനിമാ രംഗത്തൊക്കെ വളരെ പേരും പ്രശസ്തിയുമുള്ള സിബി മലയിലിനെയാണ് നമ്മൾ ഉൾക്കൊള്ളിക്കത്തക്ക രീതിയിൽ ക്രമീകരിച്ചത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ 1, 2, 3 എന്നുള്ള സ്റ്റെപ്പുകളിലുള്ള ആ ഒരു സിനിമാ മേഖലയിലുള്ള വളർച്ചയുടെ ഒരു സമയവും കൂടിയായി. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇവിടെ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജ് അങ്കണത്തിൽ വെച്ചുള്ളതായ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അതുപോലെ തന്നെ ചിത്രീകരിക്കത്തക്ക രീതിയിൽ വന്നത്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അതെല്ലാം ഭംഗിയായ രീതിയിൽ പൂർത്തീകരിച്ചെങ്കിലും ഡോക്യുമെന്ററിയുടെ ബാക്കി കാര്യങ്ങൾ
അതിൻ പ്രകാരം പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിന് ഈ സിബി മലയിലും ടീമും ആദ്യ സമയങ്ങളിൽ അവൈലബിൾ ആകിയതുപോലെയുള്ള സമയം അവർക്ക് ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് കണക്കാക്കുന്നത്. മൂന്നാമത്തെ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് മലങ്കര സഭയുടെ സഭാവിജ്ഞാനകോശം. എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബുക്ക് ഇതിന്റെ 2017 എഡിഷനാണ്, പരിഷ്കരിച്ച പതിപ്പാണ്. ഏതാണ്ട് ഒരു 900 പേജിന് താഴെ വരുന്ന, നേരത്തെ ഇറക്കിയതിനേക്കാൾ ഒരു അല്പോടെ സൈസിന് വ്യത്യാസം വരുന്ന, അപ് ടു ഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ആ വിജ്ഞാനകോശത്തിന്റെ ആദ്യ പതിപ്പ് അത് തയ്യാറാക്കുക എന്നുള്ള ഒരു ദൗത്യമാണ്. പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനി ആയിരുന്നു അതിന്റെ ചീഫ് എഡിറ്റർ. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ എടുത്ത് പൊക്കി കാണിച്ച ആ പ്രൊജക്ട് എൻ്റെ ആദ്യത്തെ കുട്ടിയാന്ന് ഞാൻ പറയും. കാരണം അതുപോലെ പരിലാളിച്ച് വളരെ അധ്വാനിച്ച് 4 വർഷം നന്നായിട്ട് വർക്ക് ചെയ്ത് ആ ഒരു തരത്തിലാക്കി എടുത്തത് കൊണ്ട് അപ്രകാരമുള്ള ഒരു സംബോധന ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ മോളുണ്ടാകുന്നതിന് മുൻപുണ്ടായ ഒരു കുഞ്ഞ് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തു. നമ്മുടെ ജനറൽ എഡിറ്ററായിട്ട് അന്ന് കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന ഡോക്ടർ KM തരകൻ സാറായിരുന്നു. അദ്ദേഹം ഞാൻ ആവശ്യപ്പെടുന്ന സമയങ്ങളിലും മീറ്റിങ്ങുകളിലും ഒക്കെ വരികയും അതുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ചെയ്യത്തക്ക രീതിയിൽ ഒത്തിരി സഹായിച്ചു. ആ സഹായിക്കുന്നതിൻ്റെ കൂടെ എൻ്റെ കല്യാണത്തിനുമൊക്കെ അദ്ദേഹം ദൂരെ നിന്ന് കോതമംഗലത്ത് നിന്ന് നമ്മൾ പിറവത്തെ സംബന്ധിച്ച് ഒരല്പം അടുപ്പാണെന്ന് തോന്നുവാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ തിരക്കിന്റെ ഇടയിലും ഒക്കെ വന്ന് അപ്പൊ അത്രയ്ക്കുള്ള ഒരു ബന്ധം ഗ്രിഗോറിയോസ് തിരുമേനിയായിട്ട് ഈ വേയന്തരം സാറിനും ഉണ്ടായിരുന്നു. ഈ ജോയ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒരു പുസ്തകമുണ്ട്. ഓർത്തഡോക്സ് ആരാധനയുമായി ബന്ധിപ്പിച്ച് തയ്യാറാക്കിയിരിക്കുന്ന തിരുമേനിയുടെ കാഴ്ചപ്പാടുകളിലൂടെ വിരചിതമായിട്ടുള്ള ഒരു പുസ്തകമാണ് ജോയ് ഓഫ് ഫ്രീഡം. അപ്പോൾ അതിന്റെ മൊഴിമാറ്റം മലയാളത്തിലേക്ക് നടത്തിയത് തരകൻ സാറാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനം പറയുമ്പോൾ പറയും, പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ജോയ് ഓഫ് ഫ്രീഡം ഇംഗ്ലീഷിൽ വായിക്കുന്ന ആ സുഖം സാറിന്റെ മലയാള മൊഴിമാറ്റത്തിലൂടെ വായനാ സുഖം കിട്ടുന്നില്ലല്ലോ, എന്താണ് എന്ന് ഞാൻ ചോദിക്കുകയും അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തൊക്കെ പറഞ്ഞു. അപ്പം തിരുമേനിയുടെ തന്നെ ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ ചർച്ച ചെയ്യത്തക്ക രീതിയിൽ ഈ പറയുന്ന തരകൻ സാർ അടക്കമുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുവാനും ചർച്ച ചെയ്യുവാനും അത് പിന്നീട് തിരുമേനിയുമായിട്ട് ബന്ധപ്പെടുന്ന സന്ദർഭങ്ങളിൽ അതുമായി ബന്ധിപ്പിച്ച് ഉന്നയിക്കപ്പെടുന്ന ചില ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് ചോദിക്കുവാനും സംശയ നിവാരണത്തിനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഈ എഡിറ്റോറിയൽ ബോർഡിൽ പിന്നീട് ജോഷുവാച്ചനും അതോടൊപ്പം തന്നെ അച്ഛൻ മാനേജിങ് എഡിറ്ററാണ്, എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ടുള്ളത് യാക്കോബുര്യൻ അച്ഛനാണ്. എഡിറ്റോറിയൽ ബോർഡിൽ പിന്നെ അന്ന് അംഗമായിട്ടുണ്ടായിരുന്നവരിൽ ഒരാള് ഡോക്ടർ ജോൺ മാത്യൂസ് അച്ഛൻ, ഇപ്പോഴത്തെ ദിമത്രിയൂസ് തിരുമേനി. തിരുമേനി എന്ന അച്ഛനായിരിക്കുമ്പോ ചമ്മാച്ചനായിരിക്കുമ്പോ തൊട്ടേ നല്ല ഒരു ബന്ധമാണ് ഗ്രിഗോറിയോസ് തിരുമേനിയുമായിട്ടുള്ള ഒരു ബന്ധത്തിലൂടെ. തിരുമേനിയുടെ അമേരിക്കയിലുള്ള പഠനം കഴിഞ്ഞതിന് ശേഷം ഇവിടെ സെമിനാരിയിൽ വന്ന് പഠിപ്പിക്കുന്ന ആ ഒരു കാലം തൊട്ടേ രബിയച്ചനുമായിട്ടും അതായത് ഇപ്പോഴത്തെ ദിമോത്രിയൂസ് തിരുമേനിയുമായിട്ടും നല്ല ഒത്തിരി കാര്യങ്ങളിൽ എന്നെ തിരുമേനി സഹായിച്ചിട്ടുണ്ടെന്നുള്ളതും ഒരു സത്യമാണ്. അവിടെയൊക്കെ ഈ ഗ്രിഗോറിയോസ് തിരുമേനിയാ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നത് എന്നുള്ളത് പറയാതെ വയ്യ. ഈ ആദ്യം ചെയ്യേണ്ടതായിട്ട് വന്നത് ഈ എൻസൈക്ലോപീഡിയ, ചർച്ച എൻസൈക്ലോപീഡിയയിൽ സഭാവിജ്ഞാനകോശത്തിൽ ഏതൊക്കെ ശീർഷകങ്ങൾ ചേർക്കണം, സബ്ജക്ട്സ് എന്തൊക്കെ എന്നതൊക്കെ, വിഷയങ്ങൾ എന്തായിരിക്കണം. അപ്പൊ ആദ്യം ചെയ്തത് ശീർഷകങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഒന്നാമത്തെ ഡ്രാഫ്റ്റ്, രണ്ടാമത്തെ ഡ്രാഫ്റ്റ്, മൂന്നാമത്തെ ഡ്രാഫ്റ്റ്, അങ്ങനെ ഏതാണ്ട് 2000-ഓളം ശീർഷകങ്ങൾ തയ്യാറാക്കി ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ആ ശീർഷകങ്ങൾ എഴുതാൻ യോഗ്യതയുള്ളവരാണ് എന്ന് കണ്ടുപിടിക്കത്തക്ക രീതിയിൽ മീറ്റിംഗ്സ് ഒക്കെ വിളിച്ചു കൂട്ടുകയും അതിൻ പ്രകാരം ഓരോരുത്തരുടെ വിഷയവുമായി ബന്ധിപ്പിച്ച് പോയി അത് ഭംഗിയായ രീതിയിൽ എഴുതി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഓരോരുത്തർക്കും അത് അസൈൻമെന്റ് ചെയ്യുന്ന ഒരു ദൗത്യമാണ് അടുത്തതുണ്ടായത്. അപ്പൊ ആ ശീർഷകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലേഖനങ്ങൾ എഴുതാനായിട്ട് ലേഖകരെ കണ്ടെത്തി അവരെ കോണ്ടാക്ട് ചെയ്ത് അവരെ വിളിച്ച് ഇതിന്റെ വർക്ക്ഷോപ്പ് നടത്തി എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് തുടർന്നും ഈ പറയുന്ന മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഭംഗിയായ രീതിയിൽ നടന്നു വരുന്നു. അപ്പൊ ആ സമയത്തും ഇതിന്റെ പ്രചോദനം ഗ്രിഗോറിയോസ് തിരുമേനി തന്നെയാണ്. 175ാമത് വാർഷികത്തോടനുബന്ധിച്ചിട്ട് ജൂബിലി വർഷത്തിൽ ഇറക്കുന്ന ഈ എൻസൈക്ലോപീഡിയ അത് സഭയുടെ ഒരു ഔദ്യോഗിക ഗ്രന്ഥം എന്നുള്ള തരത്തിൽ അതിൻ്റെതായ
മേന്മയുള്ളതായിരിക്കണം എന്നുള്ള നിർദ്ദേശം തിരുമേനിയിൽ കൂടെ വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. ഏതായാലും അപ്രകാരം പലരെയൊക്കെ എഴുതി ഏൽപ്പിച്ചു. ഈ ലേഖനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ലേഖനങ്ങൾ വരുന്ന മുറയ്ക്ക് കേന്ദ്രാനൻ സാറിനെ അറിയിക്കണം. സാറ് അവിടുന്ന് വന്ന് ഇവിടെ ചിലപ്പോൾ ഒരു ദിവസം സോഫിയ സെന്ററിൽ താമസിച്ചും അല്ലാതെയുള്ള സമയമൊക്കെ കണക്കാക്കി അതിന്റെ ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളും എഡിറ്റിങ്ങുമായി ബന്ധിപ്പിച്ച കാര്യങ്ങളും അതുകൂടാതെ പിന്നെ വിഷയവുമായി ബന്ധിപ്പിച്ചുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ട് അതിനകത്തുള്ള കറക്ഷൻ വർക്കുകളും ഒക്കെ നടത്തി. അന്ന് ആ ലേഖകരുടെ ഗണത്തിൽ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ലേഖനങ്ങളുണ്ട്, ഇവാനിയോസ് തിരുമേനിയുടെ ലേഖനങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒസ്താത്യോസ് തിരുമേനിയുടെ ലേഖനങ്ങളുണ്ട്, ജോഷുവ അച്ഛൻ, കെ എം ജോർജ് അച്ഛൻ, ജേക്കബ് കുര്യൻ അച്ഛൻ. പുറത്തുനിന്നാണെങ്കിൽ അതിലൊക്കെ പ്രാഗൽഭ്യമുള്ള ആളുകളെ ഇപ്പം നമ്മുടെ എൻ്റെ മെത്രാച്ചൻ കൂടിയായിരുന്ന ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനിയുടെ ലേഖനങ്ങൾ, ഐമേനുകളായ ഗണത്തിൽപ്പെടുന്ന ചന്ദനപ്പള്ളി ഷൗമേൽ സാർ അടക്കമുള്ളവരുടെ ലേഖനങ്ങൾ. അപ്പൊ ഇവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിച്ച് അവരെ വിളിച്ച് വർക്ക്ഷോപ്പ് നടത്തി ഈ ശീർഷകങ്ങൾക്ക് ആവശ്യമായ ലേഖനങ്ങൾ ലേഖകർ എഴുതി തരത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടത്തി. അതിനകത്തൊരു 70% ഒക്കെ ഏതാണ്ടൊക്കെ വിജയിച്ചെങ്കിലും എഴുതപ്പെടാതെ പിന്നെയും കിടക്കുന്ന ലേഖനങ്ങൾ ബാക്കി കിടക്കുക. പിന്നെയും നിർബന്ധിച്ച് കുറച്ചുകൂടെയൊക്കെ കിട്ടി. പക്ഷേ ബാക്കിയുള്ള ശീർഷകങ്ങൾ മിക്കവാറും നമ്മുടെ പഴയ സെമിനാരിയിലെ ഗ്രന്ഥപുരയിൽ പോയി രാത്രി പോലും പകലാക്കി കുത്തിയിരുന്ന് എഴുതി. ആ എഴുതിയത് ഭാഷാ പരിശോധനയ്ക്ക് വിടുന്നതിന് മുന്നമേ തന്നെ ഇതിന്റെ കണ്ടൻസ് ഈ ശീർഷകവുമായിട്ട് കൂറ് പുലർത്തുന്നതാണോ, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ എങ്ങനെയെന്നുള്ള ആ വിഷയപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കത്തക്ക രീതിയിൽ അതിന് ചുമതലപ്പെട്ട പിതാക്കന്മാരെ ഒക്കെ ഏൽപ്പിച്ച് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇതിന്റെ പ്രീ പബ്ലിക്കേഷൻ ബേസിൽ 300 രൂപ മുഖവില ഇട്ടു. അപ്പോൾ ആ 300 രൂപയുടെ പ്രീ പബ്ലിക്കേഷൻ ബേസിൽ പൈസ കെട്ടിയാൽ 225 രൂപയ്ക്ക് കിട്ടത്തക്ക രീതിയിലാണ് ക്രമീകരണം. അത് ഡീലക്സ് കോപ്പി. അതിന്റെ ഒരു ഓർഡിനറി കോപ്പി 225 രൂപ വിലയിട്ടിട്ട് 150 രൂപയ്ക്ക് കിട്ടത്തക്ക രീതിയിൽ. അപ്പൊ ഇതിന്റെ ആദ്യത്തെ പതിപ്പിന്റെ കാര്യമാണ് അപ്പൊ ഞാൻ പറയുന്നു. അപ്പൊ അത് പ്രകാരം ഈ പറയുന്ന പ്രഗത്ഭരായ ആളുകളൊക്കെ എഴുതി, ബാക്കി പൂർത്തീകരിക്കാത്തത് കുത്തിയിരുന്ന് എഴുതി, അത് ആ ഒരു തരത്തിലേക്ക് ആക്കി. അപ്പം ഏതാണ്ട് 1000-ഓളം അടുത്ത് പേജുകൾ, 2000-ലധികം ശീർഷകങ്ങൾ, മൊത്തത്തിൽ നോക്കിയാൽ ഏകദേശം ഒരു 3 ലക്ഷം വാക്കുകൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു സഭാ വിജ്ഞാന കോശം എന്നുള്ള തരത്തിൽ വന്നു. പക്ഷേ ഈ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഇതിന്റെ സെക്കൻഡ് എഡിഷൻ പരിഷ്കരിച്ച പതിപ്പ് എന്നുള്ള രീതിയിൽ ഉള്ളതാണ് ഞാനിപ്പോൾ അത് കാണിച്ചു തന്നു. അത് 200-ാം വാർഷിക ജൂബിലിയോടനുബന്ധിച്ച് സെമിനാരിയുടെ തന്നെ അതിന്റെ സെക്കൻഡ് എഡിഷനും ഇറക്കുവാനായിട്ട് സാധിച്ചു. അപ്പൊ അതിനകത്ത് ഒത്തിരി ഇൻവോൾവ് ചെയ്യാനും ഈ പറഞ്ഞതുപോലെ പിതാക്കന്മാരുടെ ഒക്കെ ഗൈഡൻസിൽ, പ്രത്യേകിച്ച് ഗ്രിഗോറിയോസ് തിരുമേനിയുടെ, അതിൽ എനിക്ക് എപ്പോഴും കൂട്ടാളിയായിട്ടുള്ള ആള് ജേക്കബ് കുര്യൻ അച്ഛനാണ്. അച്ഛന് അറിയാം ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായ രീതിയിൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണെന്നുള്ളത് കൊണ്ട് എപ്പോഴും അച്ഛനുമായിട്ടുള്ള സമ്പർക്കം കൂടുതലുണ്ട്. ഗ്രിഗോറിയോസ് തിരുമേനി വരുന്ന സമയങ്ങളിൽ ഗ്രിഗോറിയോസ് തിരുമേനിയുമായിട്ട് ബന്ധപ്പെട്ടും ആ കാര്യങ്ങൾ നിലനിർത്താൻ ശ്രദ്ധിക്കും. അല്ലാത്ത സമയങ്ങളിൽ ജേക്കബ് കുര്യൻ അച്ഛൻ തന്നെ ടെലിഫോണിലൂടെ ഗ്രിഗോറിയോസ് തിരുമേനിയുമായിട്ട് സംസാരിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയും ആ കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടുവരും. അപ്പൊ അങ്ങനെ സെക്കൻഡ് എഡിഷൻ ഇപ്പൊ റിവൈസ്ഡ് ബേസിൽ തയ്യാറാക്കിയത്, അതിന്റെ കോപ്പിയാണ് ഞാനിപ്പോൾ കാണിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തേതും എൻ്റെ കയ്യിലുണ്ട്. പിന്നീട് എനിക്ക് ഇനിയിപ്പോൾ ഒരു ആഗ്രഹം അതുമായി ബന്ധിപ്പിച്ച് ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഗ്രിഗോറിയോസ് തിരുമേനിയുടെയൊക്കെ തലയിലൂടെ ഉദിച്ച ആശയപ്രകാരം പുതിയ തലമുറയ്ക്ക് അത് ഉപയോഗിക്കാൻ തക്കവണ്ണം അതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ, ഒരു എഡിഷൻ ഉണ്ടാകണം എന്നുള്ളത്. അത് ഞാൻ സെമിനാരിയിൽ ആ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്, ഭാവിയിൽ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. അച്ഛൻ ഡൽഹി ഭദ്രാസനത്തിൽ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ അവിടെ വൈദിക ശുശ്രൂഷ, അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളോടൊന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും താല്പര്യമേ ഉള്ളൂ. ഞാൻ ആദ്യം ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, ഈ പറയുന്ന കാര്യത്തിലേക്ക് സെമിനാരി ഒരു 175-ാമത് വാർഷികത്തോടനുബന്ധിച്ചുള്ള കാര്യ നിർവഹിക്കത്തക്ക രീതിയിൽ ഓഫീസ് സെക്രട്ടറി എന്നുള്ള ഡെസിഗ്നേഷൻ തന്നു. അപ്പോൾ അന്നൊക്കെ
ഒരു അച്ഛന് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും 900 രൂപ കേരളത്തിൽ. 900 റുപ്പീസ് ഓൺലി. എനിക്ക് സെമിനാരിയിൽ നിന്നും നിശ്ചയിച്ചിരുന്ന ശമ്പളം എന്താന്ന് ചോദിച്ചാൽ 200 റുപ്പീസാണ്, 200 രൂപ. ആ 200 രൂപ ആ, ആ, ശമ്പളം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതിനല്ല എനിക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നതിന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഈ ഒരു വർക്ക്, പല പ്രൊജക്റ്റുകൾ ഒക്കെ കിട്ടത്തക്ക രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ, അതിനോടനുബന്ധിച്ചുള്ള ഒന്നാണ് ഈ 175 വർഷത്തിന്റെ ഒരു സ്മരണികയർ സോവിനിയർ. ഇത് അന്ന് തയ്യാറാക്കിയ, ഇത് ഓഫ്സെറ്റ് പ്രിന്റ് ആണ് ഇതിന്റെ കവർ. ഇതിന്റെ അകത്തെ പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്പ്, അത് ഇപ്പോഴത്തെ ഓഫ്സെറ്റ് പ്രിന്റ് അല്ല. ഓരോ അക്ഷരങ്ങൾ പ്രത്യേകം പ്രത്യേകം പെറുക്കി വെച്ച് ആശ്രമം പ്രസ്സിൽ അത് തയ്യാറാക്കുന്നതിന്റെ പ്രൂഫ് ഒരു 3 പ്രാവശ്യമെങ്കിലും വായിച്ച് അത് അപ്രൂവൽ ചെയ്ത് കൊടുത്തിട്ട് പ്രിന്റ് ചെയ്ത് ഈ രൂപത്തിൽ ആക്കുന്ന ഒരു സോവിനിയർ. അതിൻ്റെതും ഈ പറഞ്ഞതുപോലെ ഗ്രിഗോറി സിർമേനി ആയിരുന്നു ചീഫ് എഡിറ്റർ ആയിട്ടുള്ളത്. പോൾ മണലിലാണ് എന്നെ ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ കറക്റ്റ് ചെയ്യത്തക്ക രീതിയിലുമൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നടത്തി 1990 അതിന്റെ ആരംഭത്തിൽ തന്നെ സോവനിയർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഇടയ്ക്കൊക്കെ തിരുമേനി വരുമ്പോൾ തിരുമേനിയായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒത്തിരി ഒക്കേഷൻസ് ഉണ്ടായിരുന്നു. ആ ഒക്കേഷൻസിൽ തിരുമേനി ദൂരെ നിന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതും ചിലത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതും അത് കേട്ട് പ്രവർത്തിക്കത്തക്ക രീതിയിലും ഒക്കെ ഇത് മുഖാന്തരം എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇതിന്റെ മറ്റൊരു പ്രൊജക്റ്റാണ് തിരുവചന ഭാഷ്യം എന്ന് പറയുന്നത്. അതായത് പുതിയ നിയമത്തിന്റെ, ന്യൂ ടെസ്റ്റമെന്റിന്റെ 27 പുസ്തകങ്ങളുടെ കമന്ററി അത് 15 വോളിയംസിലൂടെ ഇറക്കുക എന്നുള്ളത് ഓൾറെഡി ദിവ്യബോധനത്തിന്റെ ഒരു പ്രസിദ്ധീകരണം എന്നുള്ള രീതിയിൽ അത് തുടങ്ങി. അപ്പൊ സെമിനാരിയുടെ 175-ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് അതിന്റെ കംപ്ലീഷൻ എന്നുള്ള തരത്തിൽ ആ പ്രൊജക്ട് ഏറ്റെടുക്കുകയാണ് പിന്നെ ചെയ്തത്. അതിൻ പ്രകാരം ഓരോരുത്തർക്കും ഒക്കെ ഓരോന്ന് അസൈൻ ചെയ്തു. അതിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ളത് ഗ്രിഗോറി സിർമേനി ആയിരുന്നു. അതിന്റെ ലാംഗ്വേജ് എഡിറ്റർ ആയിട്ട് വെച്ചിരുന്നത് KM തരകൻ സാറായിരുന്നു. എഡിറ്റേഴ്സിന്റെ ഗണത്തില് ജോൺ മാത്യൂസ് അച്ഛൻ, അതായത് ഇപ്പോഴത്തെ ദിമിത്രിയോസ് സിർമേനി ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും കൊടുത്തതിന്റെ കൂട്ടത്തിൽ പൗലോസ് മാർ ഗ്രിഗോറിയോസ് സിർമേനിക്ക് തിരുമേനിയുടെ ഫേവറേറ്റ് ഗോസ്പൽ ആയിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തെ ആധാരമാക്കി കണ്ടുള്ള കമന്ററി. അപ്പൊ തിരുമേനി അത് സമ്മതിച്ചു. ഞങ്ങളത് പബ്ലിഷ് ഇങ്ങനെ അഡ്വർടൈസ് ചെയ്ത് തിരുമേനിയുടെ എഴുത്ത് പുസ്തകമായിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ പബ്ലിക്കിനെ അറിയിച്ചു. അപ്പൊ ഓരോന്ന് ആദ്യത്തെ പുസ്തകം മത്തായി എഴുതിയ സുവിശേഷം ജോഷുവാച്ചനായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ വന്നു കഴിയുമ്പോൾ തിരുമേനി ആ സമയത്തൊക്കെ ഒത്തിരി തിരക്കായിരുന്നു. ഇന്റർനാഷണലി ഗ്ലോബൽ ലെവലിലുള്ള യാത്രകളും മീറ്റിങ്ങുകളും കോൺഫറൻസുകളും. അപ്പൊ അങ്ങനെ വരുമ്പോ തിരുമേനിക്ക് ഇത് കുത്തിയിരുന്ന് ഒന്ന് എഴുതി പൂർത്തീകരിച്ച് ഏൽപ്പിക്കത്തക്കരുതുള്ള സാധ്യമാകാതെ വന്നപ്പോ സമയത്തിന് അത് തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ തിരുമേനിയുടെ അനുവാദത്തോടു കൂടി അത് ജോഷുവാച്ചനെ തന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ജോഷുവാച്ചൻ അതിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി എഴുതേണ്ട പുസ്തകം അത് ഞാൻ എഴുതുമ്പോൾ അതിൻ്റെതായ ചില കുറവുകൾ ഉണ്ടാകും. അപ്പൊ തിരുമേനി എഴുതുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ, ഇപ്പൊ ഈ പുസ്തകം നിങ്ങൾ എടുത്ത് ആ രീതിയിൽ വായിക്കരുത് എന്നുള്ള രീതിയിൽ ആമുഖത്തിൽ അച്ഛൻ അത് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ തിരുമേനിയുടെ ആ ഭാരിച്ച ആ ഒരു തിരക്കിന്റെ ഇടയിൽ അത് എഴുതാനായിട്ട് സാധിച്ചില്ലാത്തത് കൊണ്ട് അത് ജോഷുവാച്ചൻ ഗ്രിഗോറി സിർമേനിക്ക് പകരമായിട്ട് ആ പ്രൊജക്ട് പൂർത്തീകരിക്കത്തക്ക രീതിയിൽ എഴുതി തരേണ്ടി വരും. പിന്നെ ഉള്ളത് സെമിനാറുകൾ പലതും നടത്തത്തക്ക രീതിയിൽ സാധിച്ചു. ചരിത്ര സെമിനാറുകൾ, ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ തിയോളജിക്കൽ സെമിനാറുകൾ, അതുമൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള രീതിയിൽ സാധിച്ചു എന്നുള്ളതും, അതിനൊക്കെ ഈ ജനറൽ കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ ജേക്കബ് കുര്യൻ അച്ഛന്റെ അച്ഛൻ ശരിക്കും ആ കാര്യത്തിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലൊപ്പം ഞാൻ അച്ഛനോട് കൂടി ഉണ്ടായിരുന്നു, അച്ഛൻ എന്നോട് കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ കാര്യത്തിൽ ഗ്രിഗോറി സിർമേനിയുടെ നിർദ്ദേശപ്രകാരം അത് പ്രാബല്യത്തിൽ വരത്തക്ക രീതിയിൽ മറ്റു പിതാക്കന്മാരുടെ സഹായത്തോടെ സഹകരണത്തോടെ കാര്യങ്ങൾ ക്രമീകരിക്കുവാനായിട്ട് സാധിച്ചു. ഏറ്റവും ഒടുവിൽ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നത് ഈ ജൂബിലിയോടനുബന്ധിച്ച് ഒരു മെമ്മോറിയൽ ബിൽഡിംഗ് കോംപ്ലക്സ് അത് ഒന്ന് വിഭാവനം ചെയ്തിരുന്നു. പക്ഷേ അത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അതിനോട് ചേർന്ന് പോകാനായിട്ട് സാധിച്ചില്ല. എങ്കിൽ പോലും അത് മനസ്സിൽ കരുതി പിന്നീട് ഞാൻ അബുദാബി കത്തീഡ്രൽ പള്ളിയിൽ, ഇപ്പോഴത്തെ കത്തീഡ്രൽ പള്ളി, അന്ന് അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് അതിന്റെ വികാരി ആയിരിക്കുമ്പോൾ സെമിനാരിയിൽ ഒരു തീരുമാനം എടുത്തിട്ട് ആ പ്രൊജക്ട് പൂർത്തിയായി 2 കോടി രൂപയുടെ ബഡ്ജറ്റ് ഇട്ടു. നമ്മുടെ ഇപ്പം പണി പൂർത്തീകരിച്ച് വർഷങ്ങൾക്ക് മുമ്പ്
2002 അതിന്റെ കുദാശ കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബിൽഡിങ്. അപ്പൊ അതിന് 2 കോടി രൂപയാണ് ബഡ്ജറ്റ് ഇട്ടത്. അപ്പൊ അതിന് ഒസ്താത്യോസ് തിരുമേനിയെ ഞാൻ വിസ അയച്ചു കൊടുത്തിട്ട് തിരുമേനിയും ഷമാച്ചനെയും കൂടി അവിടത്തേക്ക് വരുത്തി. അപ്പൊ ആ സമയത്ത് ഇപ്പോഴത്തെ ഗബ്രിയേൽ ഗ്രിഗോറിയോസ് തിരുമേനിയും കൂടി അച്ഛനായിരിക്കുന്ന സമയത്ത് പോരത്തക്ക രീതിയിൽ പറഞ്ഞപ്പോ ഒസ്താത്യോസ് തിരുമേനിയാണ് വരുന്നതെങ്കിൽ വേറെ ആരും കൂടെ വരേണ്ടതില്ല, ഷമാശൻ പോലും വേണ്ട, ഞങ്ങൾ തിരുമേനിയെ കരുതിക്കോളാം. തന്നെയല്ല, അബുദാബി പള്ളിയിലേക്ക് എന്നെ വിട്ടിരിക്കുന്ന ഗ്രിഗോറിയോസ് തിരുമേനിയാ. അപ്പൊ തിരുമേനി പ്രിൻസിപ്പൾ ആയിരിക്കുന്ന സ്ഥാപനത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് അത് ആ ബിൽഡിംഗ് പ്രൊജക്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതിന്റെ ഒരു വിഷമം ഇല്ലാതില്ല. സാമ്പത്തികമാണ് മുഖ്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഈ 2 കോടി രൂപയില് 1/2 കോടി രൂപയ്ക്ക് മേളിൽ UAE-യിൽ നിന്നും തന്നെ അബുദാബി പള്ളി അടക്കം ഉള്ള ആളുകളിൽ നിന്നും കളക്ട് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതും ആ സ്മൃതി സമുച്ചയം കാണുമ്പോൾ ഇപ്പോഴും അത് ഇങ്ങനെ ഓർക്കും. അപ്പോ ഗ്രിഗോറിയോസ് തിരുമേനി എന്നെ അവിടെ വിട്ടത് കൊണ്ട്, എനിക്ക് ഈ കാര്യം അറിയാവുന്നത് കൊണ്ട്, സെമിനാരിൽ നിന്ന് ആ സമയത്തെ പ്രിൻസിപ്പൾ ആയിരുന്ന ജോർജ് അച്ഛൻ, KM ജോർജ് അച്ഛൻ എന്നെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് ആ സെമിനാരിയുമായിട്ടുള്ള ബന്ധത്തിന്റെ വെളിച്ചത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വിസ എടുത്ത്. അപ്പൊ ഗബ്രിയേൽ അച്ഛൻ വന്നില്ലേലും വിസ എടുക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഷമ്മാച്ചനെങ്കിലും തിരുമേനിയുടെ കൂടെ പോരണം, കാരണം സഹായം വേണം. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ഷമ്മാച്ചനും കൂടി ഉള്ളത് എടുത്തോളാം. 3 ആഴ്ച തിരുമേനി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, അച്ഛാ ഒരാഴ്ച അബുദാബി പള്ളിയിൽ ഉണ്ടാവും, പിന്നെ ഒരാഴ്ച ദുബായ് പള്ളിയിൽ, പിന്നെ ഒരാഴ്ച ഷാർജയിൽ. അത് പ്രകാരം ഞങ്ങൾ അവിടെ പള്ളിക്കകത്ത് ഇരുന്ന് പ്രാർത്ഥിച്ച് ആ ഒരു കാര്യവുമായി ബന്ധിപ്പിച്ച് ഉള്ള അപ്പീൽ, ഒരു ലെറ്റർ തയ്യാറാക്കി അതിനകത്ത് ഒരു കവറ് ഡോണർക്ക് ഇങ്ങോട്ട് ഇട്ട് ഡീറ്റെയിൽസ് സഹിതം തരത്തക്ക രീതിയിൽ ക്രമീകരിച്ചു. ഇത് രണ്ടും കൂടി വെച്ച് ഒരു കവറിനകത്ത് ഇട്ട് ആളുകൾക്ക് കൊടുത്ത് തിരുമേനി ഈ കാര്യം പ്രസ്താവിച്ചു. ഞാൻ അതിനെ നമ്മുടെ ഒരു പ്രത്യേക ആവശ്യം എന്നുള്ള തരത്തിന്റെ പ്രാധാന്യം കാണിച്ചുകൊണ്ട് നല്ല ഒരു കളക്ഷൻ UAE-യിൽ നിന്നും കിട്ടിയതിന്റെ വെളിച്ചത്തിലാണ് ഈ 1/2 കോടി രൂപയിൽ മേളിൽ, അതായത് 52 ലക്ഷം രൂപ അന്നത്തെ സമയത്ത് 52 ലക്ഷം രൂപ ഈ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യാൻ സാധിച്ചു. അതാണ് പിന്നീട് 2002 സ്മൃതി നിലയമായിട്ട്, അതിനകത്ത് വട്ടക്കുന്നേലെ മാത്യൂസ് പ്രഥമൻ തിരുമേനിയുടെ പേരിലുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട്. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി അതിനോട് കാലം ചെയ്തത് കൊണ്ട് തിരുമേനിയുടെ പേരില് ലൈബ്രറി, അതും കൂടാതെ ഫിലിപ്പോസ് തെയോഫിലോസ് തിരുമേനിയുടെ മെമ്മോറിയൽ ആയിട്ട് ഒരു ഹ്യൂമനിക്കൽ സെന്റർ, ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത ആ സമുച്ചയം ആണ് ഇപ്പോൾ സ്മൃതി കോംപ്ലക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ തിരുമേനിയായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്താ പറയുക, ഈ എക്സ്പീരിയൻസും പ്രകാരം പറയാവുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഡൽഹി ഭദ്രാസനത്തിലേക്ക് ഞാൻ ഒരിക്കലും പോകാനായിട്ട് വിചാരിച്ചിരുന്നതാണ്. ബോംബെയിലേക്ക് വിളിച്ചു, ഇടുക്കിയിലേക്ക് വിളിച്ചു, കോട്ടയത്തേക്ക് വിളിച്ചു, യുവജന പ്രസ്ഥാനത്തിൻ്റെത്, MUS യുദ്ധത്തിൻ്റെ, ഇതൊക്കെ ഉണ്ട് എങ്കിലും ഡൽഹി ഭദ്രാസനത്തെ പറ്റി ചിന്തിച്ചു പോലുമില്ല. അപ്പൊ ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം ഞാൻ തിരുമേനിയായിട്ട് പേഴ്സണൽ സംസാരത്തിലൂടെ വന്നപ്പോൾ പറഞ്ഞു, തിരുമേനി എനിക്ക് കുറച്ച് പഠിച്ചാൽ കൊള്ളാം എന്ന്, ഇത്ര മാത്രമേ പറഞ്ഞപ്പോൾ. അപ്പൊ തിരുമേനി പറഞ്ഞ ഷമ്മാച്ചന് ഏത് ഫീൽഡിലാ താല്പര്യം? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കൗൺസിലിംഗ് റിലേറ്റഡ് സൈക്കോളജി, അതിന്റെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ കൊള്ളാം എന്നുണ്ട്. അപ്പോഴത്തേക്ക് ഉടനെ എന്നോട് പറഞ്ഞു, അച്ഛൻ ഡൽഹിക്ക് പോരെ? അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മെത്രാപ്പോലീത്ത സമ്മതിക്കത്തില്ല. അപ്പൊ ആ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോസഫ് മർപ്പക്കോമിയ തിരുമേനി കാലം ചെയ്ത് തതിയായില്ല. അതിന് പകരക്കാരനായിട്ട് ബാവയുടെ സഹായിയായിട്ട് ഇപ്പോഴത്തെ ബാവ മാത്യൂസ് മാർ സേവൂറിയസ് മെത്രാപ്പോലീത്ത തിരുമനസ് കൊണ്ടിരിക്കുന്ന സമയവും കൂടിയാണ്. സെമിനാരിയില് ഫാക്കൽറ്റിയിലുള്ള ആളുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മറ്റേ എന്നെ അങ്ങോട്ട് വിടാൻ തിരുമേനി സമ്മതിക്കത്തില്ല. അപ്പോ ഗ്രിഗോറിയോസ് തിരുമേനി എന്നോട് പറഞ്ഞു, തിരുമേനിയോട് ഞാൻ പറഞ്ഞു എന്ന് പറയാൻ പറഞ്ഞു. ഞാനത് കാഷ്വലായിട്ട് സൗര തിരുമേനിയോട് പറഞ്ഞു. പറഞ്ഞെങ്കിലും തിരുമേനി നേരത്തെ ഉള്ള നിലപാടനുസരിച്ച് തന്നെ അനുവാദം തന്നില്ല. പക്ഷേ കോട്ട പള്ളി, നമ്മുടെ രാജസ്ഥാനിലുള്ള ആ പള്ളിയുടെ പണി ഏതാണ്ട് പൂർത്തീകരിച്ചപ്പോൾ അതിന്റെ കൂദാശയുമായി ബന്ധിപ്പിച്ച് സേവൂറിയസ് മെത്രാച്ചനെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഗ്രിഗോറിയോസ് തിരുമേനി. ഡൽഹിയിൽ നിന്നും പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും നാട്ടിൽ നിന്ന് മാത്യൂസ് മാർ സേവൂറിയസ് തിരുമേനിയും കോട്ടപ്പള്ളിയിൽ വന്ന് കൂദാശയൊക്കെ കഴിഞ്ഞ്, കൂദാശ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് കേരളത്തിൽ വന്നപ്പോൾ എന്നെ വിളിച്ചു.
ആര് വിളിച്ചു? സേവ്യർ തിരുമേനി വിളിച്ചു, ഇപ്പോഴത്തെ ബാവ. തിരുമേനി വിളിച്ചിട്ട് എന്നോട് വേറെ ഒന്നും വിശദീകരിച്ചൊന്നും പറഞ്ഞില്ല, അച്ഛൻ ഡൽഹിക്ക് പൊക്കൂ എന്നാ പറഞ്ഞത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തരത്തിലുള്ള അപ്പൊ ഗ്രിഗോർ തിരുമേനി ഇങ്ങനെ പറഞ്ഞെങ്കിലും നേരെ പഠിക്കാൻ പോകുക എന്നുള്ളതിൽ അപ്പുറമായിട്ടുള്ള ഇരുന്നത്. അപ്പോഴാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്. അന്നേരം മറുപടി ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ആ ദേഹം തന്നെ അവിടെ ചെന്നപ്പോ സേവ്യർ തിരുമേനിയുമായിട്ട് സംസാരിച്ച് എന്നെ അങ്ങോട്ട് വേറെ ഒരു കണ്ടീഷനോ അല്ലെങ്കിൽ മറ്റു കാര്യമോ പറയാതെ സേവ്യർ തിരുമേനി എന്നെ അവിടേക്ക് വിട്ടു എന്നുള്ളതാണ്. അപ്പൊ ഞാനും വൈഫും ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, മോള് ഉണ്ടായില്ല. അപ്പൊ അവിടേക്ക് ചെന്ന് ഇറങ്ങുന്ന സമയത്ത് സ്വീകരിക്കാനായിട്ട് അവിടുന്ന് ഉള്ളവരെയൊക്കെ വിട്ടു നേരെ ചെന്നപ്പോ സെന്ററിൽ തിരുമേനിയുണ്ട്. തിരുമേനിയോട് കൂടിയാ പിന്നെ കുറച്ച് നാളുകൾ, ഏതാണ്ട് ഒരു 1.5 മാസത്തോളം അവിടെ കഴിഞ്ഞു. അപ്പൊ ചെല്ലുമ്പോഴേ ചോദിച്ചത് തണുപ്പ് എങ്ങനെ തോന്നിക്കുന്നു എന്നാ ചോദിക്കുന്നത്. അപ്പോഴത്തേക്കും പറഞ്ഞു, ഓ തണുപ്പ് അത്ര ഇതായിട്ട് തോന്നിയ ചെന്ന ആ ദിവസമാണല്ലോ. അപ്പോഴത്തേക്കും തിരുമേനി അത് അറിഞ്ഞോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേ അന്ന് രാത്രി മുതൽ അറിയാൻ തുടങ്ങി, രജായിക്കകത്തൊക്കെ കയറിയിട്ടും ഒരു രക്ഷയില്ലാത്ത തരത്തിലുള്ള തണുപ്പ്. പിറ്റേ ദിവസം പ്രഭാത ഭക്ഷണം തിരുമേനിയുടെ കൂടെ തന്നെ ഒന്നിച്ച് ഞങ്ങൾ ഇരുന്ന് കഴിക്കുമ്പോൾ ചോദിച്ചു, ഇന്നലെ തണുപ്പ് എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ പറഞ്ഞു തിരുമേനി ഇന്നലെ തണുപ്പ് അതാ അറിഞ്ഞു വന്നോളൂ, അപ്പൊ ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ അറിഞ്ഞോളൂ എന്നൊക്കെ തമാശ രൂപത്തിലും ഒക്കെ ഇങ്ങനെ പറയുകയുണ്ടായി. പിന്നെ അവിടെ ഈ ഇടയ്ക്ക് ബിക്കാനീർ, കേത്രി അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അച്ഛന്മാര് പോകേണ്ടതായിട്ട് വരുമ്പോൾ എനിക്കൊരു സ്ഥിരമായിട്ടുള്ള പള്ളി തരാതെ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഏതാണ്ട് ഒരു 1.5 മാസക്കാലം ഗ്രിഗോറി തിരുമേനിയുടെ കൂടെ തന്നെ ഞാനും എൻ്റെ വൈഫും തൊട്ട മുകളിലുള്ള മുറിയിൽ തന്നെ താമസിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകത്തക്ക രീതിയിൽ. ഒരു ദിവസം MS സക്കറിയ റമ്പാച്ചൻ മരിച്ചുപോയല്ലോ. റമ്പാച്ചനാണ് അന്ന് ഭദ്രാസനത്തിന്റെ ഈ കാര്യങ്ങൾക്ക് ചുമതല വഹിച്ചുകൊണ്ട് സെക്രട്ടറി. അപ്പോൾ എന്നോട് പറഞ്ഞു, നാളെ ഒരു വെള്ളിയാഴ്ച പറയുന്നത്, നാളെ കഴിഞ്ഞ് അച്ഛൻ ഇവിടെ ചൊല്ലിക്കോളണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ചോദിച്ചു, അച്ഛൻ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ കേത്രിക്ക് പൊക്കോളാന്ന് പറഞ്ഞു. അപ്പൊ ഈ പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനി ഭയങ്കര ദേഷ്യക്കാരനാണ്, ആവശ്യമില്ലാതെ വഴക്ക് പറയും. ഇതൊക്കെ സെമിനാരിയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ അത് സാധാരണ കേൾക്കുന്ന ഒരു ഇതൊക്കെയാണ്. ഈ എന്റെ തിരുമേനിയെന്ന് ഞാൻ എപ്പോഴും പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ പറ്റി പറയുക. അത്രയ്ക്ക് ഒരു ആത്മബന്ധം പുലർത്തുന്ന വിളിച്ച് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ദേഷ്യം എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതായതുകൊണ്ട് ഞാന് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ കേത്രിക്ക് പോകട്ടെ, ഞാൻ പോയിക്കോളാം, അച്ഛൻ ഇവിടെ നിന്നു. ഇല്ല, എനിക്ക് പോയിട്ട് കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ദേഷ്യവും മറ്റു കാര്യം. അപ്പൊ തിരുമേനി അവിടെ ഉണ്ട്, കുർബാന ചൊല്ലുന്നില്ല എങ്കിലും അച്ഛൻ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ റമ്പാച്ചൻ അന്ന് അച്ഛനാണ് ഗ്രിഗോർ തിരുമേനി കുർബാനയിൽ പങ്കെടുക്കാനായിട്ട്. എന്നെ സംബന്ധിച്ചോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ സെമിനാരിയിൽ കോരത് മൽപ്പാനപ്പച്ചൻ സുറിയാനിയും തക്സായും ഒക്കെ പഠിപ്പിച്ചു. കുർബാന ചൊല്ലത്തക്ക രീതിയിലുള്ള സഹായങ്ങൾ അന്ന് MB ജോർജ് ഷമാശൻ എന്നെ സഹായിയായിരുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഒരു മെത്രാച്ചന്റെ സാന്നിധ്യത്തിൽ എനിക്ക് കുർബാന അർപ്പിക്കാൻ സാധിച്ചിരുന്നില്ല അതിനു മുമ്പ് ഒരിക്കലും. ഇപ്പൊ കേത്രി പള്ളിയിൽ കുർബാന ചൊല്ലത്തക്ക രീതിയിൽ മറ്റേ സക്കറിയ അച്ഛൻ, MS സക്കറിയ അച്ഛൻ അങ്ങോട്ട് വെളുപ്പിന് എന്നോട് പറയാതെ പോലും അന്നങ്ങ് പോയി. ഞാനിവിടെ തിരുമേനി എപ്പോ വരും, പ്രഭാത പ്രാർത്ഥനയ്ക്ക് മുമ്പെത്തുമോ, ആവശ്യമില്ലാതെ ഡിസ്റ്റർബ് ചെയ്ത പ്രയാസമായിരിക്കുമല്ലോ എങ്ങനെയൊക്കെ വിചാരിച്ചോണ്ടിരിക്കുമ്പോൾ ഗ്രിഗോറി തിരുമേനി മെല്ലെ വരുന്നുണ്ട്. അച്ഛൻ മറ്റേ സക്കറിയാച്ചൻ എന്ത് ചെയ്യേ? ഞാൻ പറഞ്ഞു കേത്രിക്ക് പോയിരിക്കുക. അപ്പൊ ഇവിടെ അച്ഛനാണോ ചൊല്ലുന്നേ? അതെ, ഞാനാ ചൊല്ലുന്നേ. അപ്പോഴത്തേക്കും പോയി ഉടനെ നമസ്കാരം തുടങ്ങി. അപ്പൊ അന്ന് കുർബാന ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു തിരുമേനിയുടെ സാന്നിധ്യത്തിൽ കുർബാന ചെല്ലുന്നതെന്ന് ഓർത്തു കൊള്ളണേ. അത് ഗ്രിഗോറിയോസ് തിരുമേനി കുർബാന ഞാൻ തമ്പുരാന്റെ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി ഒരുക്ക ശുശ്രൂഷയൊക്കെ തലേദിവസം തുടങ്ങിയെങ്കിലും വെള്ളിയാഴ്ച തൊട്ടേ തുടങ്ങി. കാരണം MS സക്കറിയാച്ചൻ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങി. എനിക്ക് അങ്ങനെ ടെൻഷനോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ആരാധനയ്ക്ക് തിരുമേനി നേതൃത്വം നൽകുമെങ്കിലും മുഴുവനായിട്ട് ഞാൻ തന്നെ ചൊല്ലണം. ഇതാണ് എന്നെ ഭരിക്കുന്ന ഒരു വിഷയം. ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. പിന്നെ ഞാൻ അവിടെ മധുവയിൽ കയറി, ത്രോണോസിൽ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഒരു പ്രയാസവും കൂടാതെ കാര്യങ്ങൾ അത് എപ്പോഴും ഓർക്കുന്ന ഒരു സംഗതിയുണ്ട്. നമ്മളെ മുത്തൂറ്റ് ജോയിയുടെ ഫാദർ, അതായത് MB ജോർജിന്റെ ഫാദർ ആ ദിവസമാണ് മരിക്കുന്നത്. ഉടനെ തിരുമേനിക്ക് മെസ്സേജ് കിട്ടിയത് കൊണ്ട് കുർബാന മധ്യേ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക ധൂവപ്രാർത്ഥന അർപ്പിക്കത്തക്ക രീതിയിൽ അനൗൺസ് ചെയ്തിട്ട് ആ ധൂവപ്രാർത്ഥന
അർപ്പിച്ചതും ഒക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാനത് പിന്നീട് ജോയിയായിട്ട് സംസാരിക്കുമ്പോൾ ജോയിയോട് ഞാനിത് ഇങ്ങനെ ഷെയർ ചെയ്യും. തിരുമേനി അന്നുണ്ടായിരുന്ന ആ സമയത്ത് ആ പപ്പ മരിച്ചപ്പോ അത് പള്ളിയിൽ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ പ്രത്യേക ധൂപ്രാർത്ഥനയൊക്കെ നടത്തി എന്നൊക്കെ. അങ്ങനെ തിരുമേനി ആ ഒരു 1.5 മാസം ഭയങ്കരമായിട്ട് കൂടുതൽ അടുത്ത് ഇടപെടത്തക്ക രീതിയിലും ഓരോ കാര്യങ്ങളുമായി ബന്ധിപ്പിച്ച് യാത്ര ചെയ്യത്തക്ക രീതിയിലും നമ്മുടെ എന്താ പറയുക, മുടുകാവില് ഉള്ള പ്രൊജക്റ്റുമായി ബന്ധിപ്പിച്ചും അത് ആരാവല്ലിയിൽ റിട്രീറ്റ് സെന്റർ, അത് തിരുമേനിയുടെ വലിയൊരു സ്വപ്നമായിരുന്നു റിട്രീറ്റ് സെന്റർ. ഈ റിട്രീറ്റ് മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞതിന്റെ പൗരസ്ത്യ കാഴ്ചപ്പാട് എന്തെന്നുള്ളത് തിരുമേനി പലപ്പോഴും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛനും പിന്നെ അവിടേക്ക് പോരത്തക്ക രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു 4-5 അച്ഛന്മാര് MC പൗലോസ് അച്ഛൻ അടക്കം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വാഹനം ക്രമീകരിച്ചതിൽ ഞങ്ങളും തിരുമേനിക്ക് ക്രമീകരിച്ച വാഹനത്തിൽ അങ്ങനെ MG ജോർജ് അതുപോലെയുള്ള പ്രധാനപ്പെട്ട ചില IPS ഓഫീസേഴ്സ്, വേറെ ചില അഭ്യുദയകാംക്ഷികൾ ഇവരൊക്കെ വന്ന് അതിന് കല്ലിടിയിൽ കർമ്മം നടത്തത്തക്ക രീതിയിൽ ഞങ്ങൾ അന്ന് പോയത് ആരാവല്ലിയുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പോ വേറൊരു സംഗതി അധികം താമസിയാതെ കൽപ്പനയായി. അപ്പൊ ബിക്കാനിയറിൽ എന്നെ 2 പ്രാവശ്യം വിട്ടു, ഇവിടെ ഞാൻ 1 പ്രാവശ്യം ചൊല്ലി. പിന്നെ ഏതാണ്ട് 1 മാസം 1.5 മാസം ആകുന്നതിന് 1.5 മാസം ആകുന്നതിന് മുൻപ് കൽപ്പന കിട്ടി. കൽപ്പന വേറെ ഒന്നുമല്ല, ഹരിയാനയുടെയും പഞ്ചാബിന്റെയും തലസ്ഥാനമായ ചണ്ഡീഗഡിലേക്ക്. പഞ്ചാബ് പ്രശ്നം കൊടിപിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. ബിയാൻ സിംഗിനെയൊക്കെ വെടിവെച്ച് കൊന്ന സംഭവം ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണെന്ന് ഓർക്കണം. അന്ന് സംഭവം നടക്കുമ്പോൾ ഗ്രിഗോറിയോസ് തിരുമേനിയെ കാണാനായിട്ട് യാത്ര ചെയ്തതൊക്കെ ഇന്ന് എൻ്റെ ഓർമ്മയിലുണ്ട്. ഈ ഖലിസ്ഥാൻ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ ഇടയിലൂടെ യാത്ര ചെയ്യുക. ഡോക്ടർ സോഗൻ സിംഗ് മൊഹാലിലാണ്. അപ്പൊ ഈ മൊഹാലിലുള്ള നമ്മുടെ അംഗങ്ങളുടെ അടുക്കലേക്കൊക്കെ പോകണം. എനിക്കൊരു 2 വീലർ ആദ്യമായിട്ട് അവരുടെ അച്ഛന് അവിടെ വാങ്ങിച്ചു കൊടുത്ത് എനിക്കാ വാങ്ങിച്ചു തന്നെ, ബജാജിന്റെ ഒരു സ്കൂട്ടർ. അത് സിംഗിൾ സീറ്റർ ആയത് കാരണം ഇരിപ്പ് സുഖം കൂടുതലായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഞങ്ങൾ അതിലൊക്കെ മോളും ഒരു അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ അവളെയൊക്കെ ഇടയ്ക്ക് ഇരുത്തി ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ സോഗൻ സിംഗ് ഒക്കെ ഒളിച്ചു പാർക്കുന്ന സ്ഥലത്തിലൂടെ പോകുമ്പോൾ സെക്യൂരിറ്റിക്കാരും മറ്റുമൊക്കെ ഒത്തിരി ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ സമയത്ത് എവിടെ പോവുക, എന്തിനു പോവുക, ഐഡന്റിറ്റി കാർഡ് ഉണ്ടോ? ഐഡന്റിറ്റി കാർഡ് ഇല്ല. അങ്ങനെയാണ് ഞാൻ ഡൽഹി അസംബ്ലിയിലും മറ്റുമൊക്കെ ഐഡന്റിറ്റി കാർഡ് അച്ഛന്മാർക്ക് നിർബന്ധമായിട്ടും കൊടുക്കണമെന്ന് അത് അംഗീകരിച്ചുകൊണ്ടാണ് പിന്നീട് ഉടനെ തന്നെ ഐഡന്റിറ്റി കാർഡ് ഒക്കെ ഈ അസംബ്ലിയിലൊക്കെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഗ്രിഗോറിയോസ് തിരുമേനി അധ്യക്ഷത വഹിക്കുന്ന മീറ്റിങ്ങിലാണെങ്കിൽ പറയാം, എന്തും തുറന്നു പറയാം. തിരുമേനി പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയാനുള്ള ഇടമാണ്. അത് സോൾവ് ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പൊ എനിക്ക് ചില വിയോജിപ്പുകളുള്ള കാര്യങ്ങൾ മറ്റുമൊക്കെ ഞാൻ ആ ഒരു സമീപനത്തോടെ വളരെ ശക്തമായ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് തിരുമേനി ശ്രദ്ധാപൂർവം കേട്ടിട്ട് അതില് വരുത്തേണ്ടതായ മാറ്റങ്ങളോ പരിഷ്കാരങ്ങളോ ഒക്കെ വരുത്തത്തക്ക രീതിയിലോ അല്ലെങ്കിൽ yes or no എന്നുള്ള തരത്തിലുള്ള ഡിസിഷൻ എടുക്കത്തക്ക രീതിയിലോ ഒക്കെ വന്നിട്ടുള്ളതും ഞാൻ ഓർക്കുന്നുണ്ട്. ഏതായാലും പിന്നീട് ചണ്ഡീഗഡ് പള്ളിയിലേക്ക് കൂടെ ജലന്ധർ ഇടവകയുടെ ചുമതലയും കൂടി തന്നു. അവിടെ മാസത്തിൽ 1 കുർബാന, അത് കൂടാതെ 12 പിള്ളേരെ വെച്ചുകൊണ്ട് ഒരു സ്കൂള് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ താഴെയുള്ള ഭാഗം പള്ളി, അതിൻ്റെ മുകളിലുള്ള ഹാളായിട്ട് കിടന്നത് മുറിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിൽ സ്കൂളിനെ സംബന്ധിച്ച് അവിടെ ആളുകൾക്കൊക്കെ താല്പര്യമായപ്പോൾ അഡ്മിഷൻ കൂടുതൽ കിട്ടത്തക്ക രീതിയിലുള്ള സാഹചര്യം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അടുത്ത മുകളിലേക്കുള്ളതിന്റെ പണിയണം, കയ്യിൽ 5 പൈസ ഇല്ല. അങ്ങനെ വന്നപ്പോൾ തിരുമേനിയെ പോയി കണ്ട് ഞാൻ വിവരങ്ങൾ സംസാരിച്ചു. അപ്പൊ ആ സമയത്ത് തിരുമേനിക്ക് എന്തോ ഒരു അസുഖം വന്നിരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തിരുമേനി തിരുമേനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ചെറിയൊരു പനിക്കോള് പോലും വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫീല് ചെയ്തിട്ട് അയ്യോ എന്നും എനിക്ക് വയ്യേ എന്നൊക്കെ പറഞ്ഞ് ഒച്ചയും ബഹളവും ഒക്കെ കിടന്നുകൊണ്ട് ഞെരുങ്ങുന്നതും ഒക്കെ കാണിക്കുന്ന ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും തിരുമേനിക്ക് അത് ഭയങ്കര ഇതായിട്ട് എക്സ്പ്രസ് ചെയ്യും. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അകത്തേക്ക് ആരെയും കയറ്റി വിടണ്ടെന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പിന്നെ ചണ്ഡീഗഡിൽ നിന്ന് TP കുര്യനച്ഛനാ വന്നിരിക്കുന്നത് എന്നുള്ളത് പറയാൻ പറഞ്ഞു. അപ്പൊ അന്ന് ഒരു തോമസ് ഓമറ്റയാ അവിടെ ഉള്ളത്. തോമസി എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അപ്പോഴത്തേക്കും അയ്യോ എനിക്ക് വയ്യേ എന്നുള്ള ശബ്ദമൊക്കെ വാതിലിന്റെ ഇടയിൽ കൂടി കേൾക്കാം. അപ്പൊ തിരുമേനി അവിടെ നിന്നുകൊണ്ട് ചെറുകെ പറയുന്നുണ്ട്, അച്ഛനോട് എന്നെ ഒന്ന് കണ്ടിട്ട് പൊക്കോളാൻ പോരാ. പിന്നെ ഞാൻ അങ്ങനെ കാണാനാണെങ്കിൽ പിന്നെ കഥ പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിയാൽ പോരെ എന്നുള്ള വിചാരത്തോടു കൂടി ഞാൻ അകത്തിയത്.
അത് കയറിയിട്ട് അപ്പൊ ആ കിടപ്പും ആ മരുന്ന് തിരിഞ്ഞ് ആകെ വല്ലാത്ത അസ്വസ്ഥനായി കിടക്കുന്ന ആ കിടപ്പും കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ അന്നേരം സംസാരിക്കുന്നത് ഉചിതമല്ലെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഞാൻ തിരിച്ചിപ്പുറത്തേക്ക് വന്നിട്ട് തിരുമേനിയുടെ ആ മുറിയിൽ നിന്ന് തന്നെ ഒരു പേപ്പർ ഞാൻ എടുത്തിട്ട് ഞാനൊരു പേന എടുത്തിട്ട് ഞാൻ ഈ വിവരം ആ, കാണിച്ചുകൊണ്ട് എഴുതി. ഞാൻ വന്നിരുന്നു, തിരുമേനിയെ കണ്ടു, സംസാരിക്കാൻ പറ്റി, എല്ലാം കമ്പിവാചകങ്ങളിലാണ്. ആ കൊച്ചമ്മ തന്നയച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തത് ഇതിന്റെ ഒപ്പം വെച്ചിട്ടുണ്ട്. അതുകൂടാതെ പള്ളിയിൽ നിന്നും തിരുമേനിയുടെ ചികിത്സയുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഒരു കൈമുത്തും പ്രത്യേകമായിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് കാര്യം ചെയ്ത് കിട്ടേണ്ടതുണ്ട്. ഒന്ന്, ഈ എക്ലോഫ് എന്ന് പറഞ്ഞ് WCCയുടെ ഒരു ഫണ്ടിങ് ഉണ്ട് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായി ബന്ധിപ്പിച്ച് ലോൺ കൊടുക്കുന്ന ഒരു വിത്തൗട്ട് ഇൻട്രസ്റ്റ്. അതിന്റെ ഓഫീസ് ചെന്നൈയിലാണ്. അപ്പൊ തിരുമേനി നേരത്തെ എന്നോട് പറഞ്ഞതനുസരിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ ഫോമൊക്കെ വരുത്തി ഞാൻ അതിന്റെ എല്ലാം റെഡിയാക്കി. തിരുമേനിയുടെ റെക്കമെൻഡേഷൻ ലെറ്റർ വേണം. ഞാൻ എന്നിട്ട് അടുത്ത പോയിന്റിൽ എഴുതി തിരുമേനിയുടെ ഈ കാര്യത്തിൽ എക്ലോഫ് ഫണ്ട് കിട്ടത്തക്ക രീതിയിൽ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ വേണം. 3, അപ്പൊ തിരുമേനി എന്നോട് വേറെ ഒരു വിവരം പറഞ്ഞു. തിരുമേനിയുടെ ഒരു സുഹൃത്താണ് ഡോക്ടർ എർവിൻ പിയോക്, ജർമ്മനി. അപ്പോ അതുകൂടാതെ ബാരിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ഒരു അദ്ദേഹത്തിന്റെ വെസ്റ്റർഫീൽഡും അപ്പൊ അവരും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധമുള്ളത് കൊണ്ട് തിരുമേനി എന്നോട് പറഞ്ഞു അച്ഛൻ ഒരു കാര്യം ചെയ്യും, ബ്രെഡ് ഫോർ ദ വേൾഡ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷനിലേക്ക് നമുക്ക് ഈ ചാരിറ്റി ലെവലിൽ തന്നെ കാണിച്ചുകൊണ്ട്, കാരണം എഡ്യൂക്കേഷൻ കൊടുക്കുന്ന അർഹരായ ആളുകൾക്കൊക്കെ കൊടുക്കത്തക്ക രീതിയിലുള്ള സ്കീംസും ഒക്കെ ചാരിറ്റിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് താനും. അപ്പൊ അങ്ങനെ ഒരു അപേക്ഷ തയ്യാറാക്കി അത് കൊടുക്കത്തക്ക രീതിയിലായിരിക്കണം. അപ്പൊ അതിന് വേണ്ടത് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അതിൻ്റെത് എനിക്ക് ജർമ്മൻ ഈ ഡോക്ടർ പിയോക്കുമായിട്ടുള്ള കറസ്പോണ്ടൻസ് തിരുമേനിയുടെ കെയർ ഓഫിൽ ഉണ്ടായിരുന്നു. അതിൻ പ്രകാരം ഞാൻ അത് ചെയ്തു. അപ്പൊ അവര് ഇന്ന രീതിയിൽ ചെയ്യാൻ പറഞ്ഞതനുസരിച്ച് ഗിരിവണ്ണൻ അടുത്ത പോയിന്റ് ഞാൻ എഴുതി. ബ്രെഡ് ഫോർ ദ വേൾഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷനിലേക്ക് സഹായധന അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷയോടൊപ്പം തിരുമേനിയുടെ ഒരു ലെറ്റർ വേണം. ഇതെല്ലാം എന്നിട്ട് ഞാൻ താഴെ പേരെഴുതി ഒപ്പിട്ട് ഞാൻ ആ കടലാസും ഈ പൈസയും ഈ പറയുന്ന കശുവണ്ടിപ്പരിപ്പ് നെയ്യിൽ ഫ്രൈ ചെയ്തതും കൂടി ചേർത്ത് തിരുമേനിയുടെ മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ അടുത്ത വണ്ടിക്ക് കയറി ആ ചണ്ഡീഗഡിലേക്ക് പോകും. അപ്പൊ അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്നുള്ളത് എന്റെ കത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ തിരുമേനിക്ക് തോന്നി. അതുകൊണ്ട് എന്നാ ചെയ്തേ, പിറ്റേ ദിവസം ഒരു അല്പം ആശ്വാസം ആയിക്കൊണ്ട് ഉടനെ തന്നെ എനിക്ക് മറുപടി എഴുതി. അച്ഛന്റെ കത്ത് കിട്ടി, ഇംഗ്ലീഷിലാണ്. കൊച്ചമ്മ കൊടുത്തയച്ച ഡ്രൈ ഫ്രൂട്ട്സും കൈപ്പറ്റി. കാരണം വെച്ചാൽ കൈപ്പറ്റിയതൊക്കെ കൈപ്പറ്റി എന്ന് എന്റെ നിർബന്ധം തിരുമേനിക്കും അറിയാം, തിരുമേനിയുടെ നിർബന്ധം എനിക്കും അറിയാം. ഇത് ഞാൻ അറിഞ്ഞിരിക്കണമല്ലോ, കൊടുത്തത് വേറെ വല്ലവരും അടിച്ചോണ്ട് പോയോ ഇല്ലയോ അറിയത്തില്ലല്ലോ. കൈമത്തായി കൊടുത്ത ഇത്ര രൂപ അതും ഇതിന്റെ ഒപ്പമുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ആവശ്യപ്പെട്ടതുപോലെ എക്ലോ ഫണ്ടിന്റെ ആവശ്യത്തിലേക്കുള്ള ലെറ്റർ ഇതിന്റെ ഒപ്പം, ബ്രെഡ് ഫോർ ദ വേൾഡിലേക്കുള്ളത് അത് ഞാൻ ഒന്നുകൂടി വർക്കൗട്ട് ചെയ്തിട്ട് അത് പിന്നീട് അച്ഛന് തരത്തക്ക രീതിയിൽ ക്രമീകരിച്ചു കൊള്ളാം. ഞാൻ അന്ന് അച്ഛനെ കാണാൻ അനുവദിക്കാതിരുന്നതിൽ സോറി എന്ന് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് എൻഡ് ചെയ്ത കത്ത്. അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് എനിക്കത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിക്കകത്ത് പോയിരുന്ന് കരഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഗ്രിഗോറിയോസ് തിരുമേനി എന്ന് പറയുന്ന വ്യക്തിയെ ഒരു മുരടനായ, ഒരു ദേഷ്യക്കാരനായ, ഈ ചിരട്ട കൊണ്ട് പാറപ്പുറത്ത് ഉരയ്ക്കുമ്പോ പറപറാന്നുള്ള ശബ്ദം കേൾക്കുന്ന ദേഷ്യക്കാരൻ എന്നുള്ള രീതിയിലൊക്കെ കണക്കാക്കി. പക്ഷെ തിരുമേനി എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയാണ്. കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അതുപോലെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. തിരുമേനിയെ വിഷമിപ്പിക്കുന്ന തരത്തിൽ, ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിൽ തിരുമേനിയുടെ സമയം കളയത്തക്ക രീതിയിലുള്ള അപ്രോച്ചസ് ഉണ്ടാകുന്നവരോടൊക്കെ തിരുമേനി എതിരിടുകയും, ഞാനെങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് തിരിച്ച് അങ്ങോട്ട് പറയാൻ എനിക്ക് ഒരു മടിയില്ല എന്നുള്ളത് കൊണ്ട്, തിരുമേനിക്ക് എന്നെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് എനിക്ക് എപ്പോഴും വിളിക്കുകയോ പോകുകയോ കാണുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ അന്ന് പോയപ്പോ ഈ ഒരു പ്രശ്നം വന്നതിനെ ഞാൻ ആ കത്ത് എഴുതി കഴിഞ്ഞ് തീർച്ചയായിട്ടും തിരുമേനിക്ക് അത് വലിയൊരു പ്രയാസം. ഏതായാലും എക്ലോ ഫണ്ടിലേക്ക് ഞാൻ കടലാസ് അപേക്ഷ അയച്ചു. തിരുമേനിയുടെ റെക്കമെൻഡ് പ്രകാരം 5 വർഷത്തേക്ക് 2 lakh rupees വിത്തൗട്ട് ഇൻട്രസ്റ്റ് അവിടുന്ന് പാസ്സാക്കി എനിക്ക് ചെക്ക് വായിച്ചു ഉടനെ തന്നെ. പിന്നെ ഞാൻ എന്റെ ശ്രമത്തിന്റെ ഫലമായി ഞാൻ പലരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് നാട്ടിൽ നിന്നും മറ്റു സ്ഥലത്തു നിന്നും ഒക്കെ കൂപ്പണൊക്കെ അടിച്ച് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഫണ്ട് എന്നുള്ള രീതിയിൽ അതിന്റെ കളക്ഷനും ഒക്കെ എടുത്ത്
പുതിയ പുതിയ ക്ലാസ്സുകൾ വരുമ്പോൾ മുകളിലേക്ക് പണിതെടുത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ട്. അതിന്റെ ഇടയ്ക്ക് റവറൻ പിയോക്ക്, എർവിൻ പിയോക്ക് ജർമ്മനിയിൽ നിന്നും അവരുടെ ക്രിസ്ത്യൻ ടാഗ് എന്ന് പറഞ്ഞ ലൂതറൻ ചർച്ചിന്റെ സഭാദിനം ആയതിലേക്ക് പങ്കെടുക്കത്തക്ക രീതിയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പൊ തിരുമേനിയായിട്ടുള്ള ഈ ഒരു ബന്ധമൊക്കെ കിടക്കുന്നത് കൊണ്ട് തിരുമേനി എനിക്ക് ഇത് ഒരു അവസരം തന്നതുപോലത്തെ ഒരു അനുഭവം പോലെ ആയിപ്പോയി. അവിടെ പള്ളിയിൽ നിന്ന് റെപ്രസെന്റ് ചെയ്യത്തക്ക രീതിയിൽ വേറെ ഒരു ഐമേനിയെയും ഒരു ഐമേനി സ്ത്രീയെ, അങ്ങനെ 2 പേര്, ഞങ്ങൾ 3 പേരും കൂടി ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോകത്തക്ക രീതിയിൽ. അപ്പൊ തിരുമേനി എന്നോട് പറഞ്ഞു, പോകുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രെഡ് ഫോർ ദ വേൾഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷനിലേക്ക് കൊടുക്കുന്ന അപേക്ഷയോടൊപ്പം വെക്കേണ്ടതായ ലെറ്റർ ഞാൻ അച്ഛന് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അത് അയച്ചു തന്നു. ഇതും പ്രകാരം തിരുമേനിയുടെ അനുഗ്രഹാശംസകളോടെ പിന്നെ ജർമ്മനിക്ക് പോയി ക്രിസ്ത്യൻ ടാഗ് എന്ന് പറയുന്ന അവരുടെ ലൂതറൻ ചർച്ചിന്റെ സഭാദിനവുമായി ബന്ധിപ്പിച്ച് ചെലവഴിച്ചു. അവരുടെ ഹാംബർഗ് എന്ന് പറയുന്ന നമ്മുടെ കല്ലറക്കൽ ചമ്മാച്ചനൊക്കെ പഴയ നിയമം പഠിച്ച ഹാംബർഗ് യൂണിവേഴ്സിറ്റി ഒക്കെ ഉള്ള സ്ഥലമാണ്. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 500 മൈൽ ദൂരം ഉള്ള സ്ഥലമാണ്. അപ്പൊ റവറൻ പിയോക്കിന്റെ വൈഫ് അന്ന് ഫ്രാങ്ക്ഫർട്ടിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയത് കാരണം സ്വീകരിച്ചിട്ട് ഞങ്ങള് ട്രെയിനിൽ കയറി. അപ്പൊ അന്നത്തെ സമയത്ത് 250 കിലോമീറ്റർ 1 മണിക്കൂർ കൊണ്ട് ചെയ്തു. അപ്പൊ ഞാനൊക്കെ വണ്ടടിച്ചിട്ടുണ്ട്. എസ്കലേറ്റർ ഒക്കെ കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി. അതുപോലത്തെ ടെക്നോളജി അന്നത്തെ സമയത്ത് ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ടിലും മറ്റുമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് കണ്ട് ഞാൻ വല്ലാതെയായി. ഏതായാലും 2 മണിക്കൂർ കൊണ്ട് ഹാംബർഗിൽ ചെല്ലുന്നു. ഹാംബർഗിൽ ചെന്ന് കഴിഞ്ഞപ്പം പോപ്പംബുട്ടൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് തിരുമേനിയുടെ ഫ്രണ്ട്സ് ആയിരിക്കുന്ന അവിടുത്തുകാർ. നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഗ്രിഗോറിയോസ് തിരുമേനിയെ പറ്റി വലിയ ഗ്രാഹ്യോ അല്ലെങ്കിൽ തിരുമേനി ആരാ എന്താ എങ്ങനെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ഇല്ലേ? പക്ഷേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരുമേനിയുടെ പേര് പഴയ പേരാണ്, പോൾ വർഗീസ്. ഈ പേരില് ആ തിരുമേനിയെ അറിയുന്നത് മാത്രമല്ല, തിരുമേനിയിൽ അഭിമാനം കൊള്ളുന്നത് മാത്രമല്ല, അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവന്നതൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ കോരി തിരിച്ചു പോകും. പക്ഷെ നമ്മുടെ സഭയില് തിരുമേനിക്ക് കൊടുക്കേണ്ട ആ ഒരു പ്രാമുഖ്യം, ഇപ്പോ ഷിനു അച്ഛൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് എനിക്ക് എന്നെ സന്തോഷമാണെന്നറിയാവോ. കാരണം പുതിയ തലമുറ തിരുമേനിയെ പറ്റി അറിവുള്ളവരായിരിക്കണം. തിരുമേനി ആരാണ്, എന്താണ്, 18 ഭാഷയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്രാച്ചൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എത്ര വർഷം കൂടിയാലാ ഇതുപോലെ ഒരാളെ കിട്ടുക? ഇതൊക്കെ നമ്മൾ വാസ്തവം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഭ പൊതുവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിസ്മരിച്ചു പോകുന്നില്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ഈ ഹാംബർഗ് തിരുമേനിയുടെ ഒരു കൂട്ടുകാരൻ എന്താ പറയുക, ഹാംബർഗ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ജോലി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളെന്ന് തോന്നിക്കുന്നതും അടക്കം അവരൊരു മുറി കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അവർ തന്നെ എല്ലാ സാമഗ്രികളും അവരുടെ കയ്യിലുണ്ട്. അതൊക്കെ വെച്ച് ഒരു റൂം അവർ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നതാണ്. ഫാദറെ വന്നേ കാണാമെന്ന് പറഞ്ഞ് വിളിച്ചു കാണിക്കുന്നതും ഒക്കെ ഭയങ്കര. ഏതാ ഹാംബർഗ് യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അവിടെ NCC ചെയ്യണോ വേണ്ടോ എന്നുള്ളതിന്റെ കമ്മീഷൻ വെച്ചതിന്റെ ചെയർപേഴ്സണാണ് അദ്ദേഹം. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വെയർഹൗസുകളൊക്കെ എന്നെ കാണിച്ചു. ഭക്ഷണ സാധനങ്ങളൊക്കെ ഈ സൂക്ഷിക്കാനായിട്ട് ഒരു പ്രത്യേക ഇടം, അതിന്റെ ഓപ്പോസിറ്റ് സൈഡില് വീട്ടിലേക്ക് ആവശ്യമുള്ള ഹാർഡ്വെയർസ് അടക്കം, പെയിന്റ്, നട്ട്, ബോൾട്ട്, ഏത് സൈസിലുള്ള അത് തിരിക്കാനുള്ള സ്ക്രൂ തിരിക്കാനുള്ള സ്ക്രൂ ഡ്രൈവർ, എന്തൊക്കെ സാധനങ്ങളാണെന്നറിയാമോ. അപ്പൊ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ആരെയും വിളിക്കണ്ട, അവര് തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അവിടുത്തെ ഗാർഡനർ വരുന്നത് ഞാൻ കണ്ടപ്പോ ഈ ട്രംപൊക്കെ വലിയ നീളമുള്ള കറുത്ത കാർഡ് വരുന്നത് പോലെ ഒരാളിങ്ങനെ അങ്ങ് വന്നു നിന്നു. അപ്പൊ ഞാൻ പ്രൊഫസറോട് ചോദിച്ചത് അതാര്, അന്നാ പറഞ്ഞു അത് എന്റെ ഗാർഡനറാണല്ലോ. പുള്ളി ഇങ്ങോട്ട് വന്ന് കാറ് പോർച്ചിൽ ഒതുക്കിയിട്ടിട്ട് പുള്ളിക്ക് ഒരു റൂമുണ്ട്, റൂമിൽ പോയിട്ട് കോട്ടും ടൈയും എല്ലാം മാറ്റിയിട്ട് ഈ ഗാർഡനിങ് നടത്തുമ്പോൾ ഉപയോഗിക്കുന്നതായ ഡ്രസ്സ് ധരിച്ചു വന്ന് 1 മണിക്കൂർ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാലും കൈയും മുഖമൊക്കെ കഴുകി അല്ലെങ്കിൽ തൂത്ത് തുടച്ച് ഇതുകൊണ്ട് അവിടെ ഇട്ടിട്ട് ഡ്രസ്സ് ധരിച്ച് കാറും എടുത്തോട്ട് പോവാ. 1 മണിക്കൂർ നേരത്തെ ശമ്പളം എന്താണോ അത് പുള്ളിക്ക് കിട്ടത്തക്ക രീതിയിൽ. അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെന്നപ്പോൾ പഠിക്കാൻ. തിരുമേനിയെ പറ്റി ഭയങ്കരമായിട്ട് മലയാളികൾ പൊതുവെ കുറവാണ്. ഇപ്പോഴാണല്ലോ ഒരു 2-3 വർഷമായുള്ളൂ ജർമ്മനിയിലേക്ക് ആൾക്കാരെ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു കുത്താട്ടുകുളം രാജനുണ്ടായിരുന്നു, തെക്കുള്ള ഒരു മാത്യു ഒരു മർത്തോമക്കാരനുണ്ടായിരുന്നു. അതുകൂടാതെ റെജി മാത്യൂസ് അച്ഛൻ ആ സമയത്ത് അവിടെ തന്റെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കലർക്കൽ ശമാശം പഠിച്ചത് അവിടെയാണ്. അവരുടെ കല്യാണം അവിടെ വെച്ചാണ് നടന്നത്.
അപ്പൊ അവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ പോലും തിരുമേനി നടത്തുന്ന ഓശാന ശുശ്രൂഷ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ അവിടുത്തെ സിറ്റിസൻസും ഒക്കെ ആരാധനയിൽ പങ്കെടുക്കും. ഈ മലയാളത്തിലുള്ള ആണ്ടുതക്സ വെച്ചുകൊണ്ട് തിരുമേനി ഓൺ ദ സ്പോട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനകളും ഗീതങ്ങളും ഒക്കെ ആലപിച്ച് ആ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നത് അവർ പറയുക ഇതെങ്ങനെ ഇദ്ദേഹത്തിന് സാധിക്കുന്നു എന്നാ. അദ്ദേഹം പറയുന്ന വാക്കുകൾ പൗലോസ് മാർ ഗ്രിഗോറിയോസ്, നമുക്ക് ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഇല്ലെന്നുള്ള തരത്തിൽ തഴഞ്ഞിട്ടിരിക്കുന്ന തിരുമേനി ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ എത്രമാത്രം അറിയപ്പെടുന്നു എന്നുള്ളത് നേരിട്ട് കാണുക മാത്രമല്ല, കേൾക്കുക മാത്രമല്ല, അനുഭവിച്ചത് ഈ ജർമ്മൻ യാത്രയോടുകൂടി എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് ഇവിടെ ചണ്ഡീഗഡ് കേന്ദ്രമാക്കി തിരുമേനിക്ക് ഒത്തിരി IPS അതുപോലെ തന്നെ IAS ഓഫീസേഴ്സ് ലെവലിലുള്ള, ഞാൻ ആദ്യം പറഞ്ഞു പഞ്ചാബിന്റെയും ഹരിയാനയുടെയും കൂടിയുള്ള ക്യാപിറ്റൽ സിറ്റി ആയിട്ട് കാരണം രണ്ടിടത്തെ അവരുമൊക്കെ ആയിട്ട് തിരുമേനി മിങ്കിൾ ചെയ്ത് പോകുന്നതൊക്കെ, അവരുമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംവദിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട്, അത് ഇടയ്ക്കിടയ്ക്ക് തിരുമേനി ഇവരുമായിട്ട് ചില മീറ്റിങ്ങുകൾ വെക്കത്തക്ക രീതിയിൽ അങ്ങനെ ഹൈ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഗണത്തിൽ പെടുന്ന ആളുകൾ ഒരുമിച്ച് കൂടി ശാസ്ത്രീയമായതോ മെഡിക്കൽ സയൻസ് പ്രകാരമുള്ളതോ മറ്റ് ആ സമയത്തുള്ള ഗ്ലോബൽ ഇഷ്യൂസുമായി ബന്ധിപ്പിച്ച കാര്യങ്ങളും ഒക്കെ ആധികാരികമായ രീതിയിൽ അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛാ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റിയല്ല. ഈ കുര്യനച്ഛൻ എവിടെ കിടക്കുന്നു? ഗ്രിഗോറി തിരുമേനിയുടെ 5 അയലക്കത്ത് നിൽക്കാനുള്ള യോഗ്യതയില്ല. തിരുമേനി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ശിഷ്യന്മാരില് എന്തെങ്കിലും ഒരല്പം കാര്യം പഠിച്ചിട്ടുണ്ട് എങ്കിൽ അത് KM ജോർജ് അച്ഛൻ മാത്രമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും മുഴുവനായിട്ടല്ല, പരസ്യമായിട്ടൊരു മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത്രയ്ക്ക് തിരുമേനി ബൗദ്ധികമായ ലെവലിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ താഴ്ന്ന ലെവലിലേക്ക് ഇറങ്ങി ആളുകളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോ ഈ എൻലൈറ്റൻമെന്റ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അച്ഛൻ അത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അത് അത്ര ഗ്രാസ്പ് ചെയ്ത് വായിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം ആയിട്ട് തോന്നിക്കണ്ട. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി ഷിംലയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡി എന്ന് പറയുന്ന കേന്ദ്രത്തിൽ സർക്കാരിന് വേണ്ടി 2 മാസം താമസിച്ചെഴുതി പ്രസിദ്ധീകരിച്ച ബുക്കാണ്. പൗലോസ് മാർ ഗ്രിഗോറിയോസിന്റെ ഒരു പുസ്തകത്തിന്റെ കാര്യം ഈ പറയുന്നത്. അപ്പൊ അന്നത്തെ സമയത്ത് ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി അതുപോലെയുള്ള ഗണത്തിൽപ്പെടുന്നവരും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ബന്ധം, സെമിനാരിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ തിരുമേനിയെ കാണാനായിട്ട് വന്നിട്ടുള്ളവരുടെ പട്ടികയിൽ ശ്രീലങ്കയിലെ LTTയുടെ നേതാവായ പ്രഭാകരൻ വന്നു എന്ന് ഞാൻ പറഞ്ഞ അച്ഛൻ വിശ്വസിക്കുവോ? തിരുമേനിയെ കാണാൻ അവിടെ വരികയാ. അതിന്റെ ഒപ്പം തിരുമേനിയുടെ തന്നെ സഹോദര ഗണത്തിൽപ്പെടുന്ന ജേക്കബ് ചേട്ടൻ, തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് 21 കിലോമീറ്ററാണ് എൻ്റെ നാട്ടിൽ നിന്നുള്ള ദൂരം. തിരുമേനിയുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ 13 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഈ ജേക്കബ് ചേട്ടൻ അതിലും കൂടുതൽ താണ്ടി ഈ കോട്ടയത്ത് സഹോദരൻ ചേട്ടൻ വരുമ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് സെമിനാരിയിൽ വരും. ഞാനും ഒക്കെ അകത്തോട്ടും പുറത്തോട്ടും ഒക്കെ മുറി കൂടി കയറി ഇറങ്ങി നടക്കുമ്പോൾ ജേക്കബ് ചേട്ടൻ അവിടെ കസേരയിൽ ഇരിക്കുക, അവിടുന്ന് പെർമിഷന് വേണ്ടിയിട്ട്, സ്വന്തം സഹോദരനെ കാണത്തക്ക രീതി. അപ്പൊ ഞാൻ ഒരിക്കൽ തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി എന്താ സ്വന്തം ബ്ലഡ് അല്ലേ, അങ്ങനെ ഇരുത്തിക്കൊണ്ടിരിക്കണ്ടേ, ചേട്ടൻ അങ്ങോട്ട് ദൂരെ പോകണ്ടേ, തിരിച്ചു പോകണ്ടേ? അപ്പൊ തിരുമേനി പറയുകയാണ്, ഇതെന്താന്ന് അന്നേരം ചോദിച്ചില്ല, പിന്നീട് ചോദിച്ചപ്പോ എന്നോട് പറയുകയാണ്, ക്ഷമാശ അതെ, എനിക്ക് മോസ്കോയിൽ അവതരിപ്പിക്കേണ്ടതായ ഒരു തീസീസ് ഉണ്ട്. ആ തീസീസിന്റെ പണിപ്പറിയിൽ ഇരിക്കുമ്പോ ഞാൻ ആ പണി ഏതാണ്ടൊന്ന് ആക്കി വെക്കാതെ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വന്നാൽ അതെല്ലാം കൂടി തച്ചുടച്ച് താഴേക്ക് പോകും. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ശ്രദ്ധ കിട്ടിയെങ്കിൽ എനിക്ക് 2-3 ദിവസം കഴിയുമ്പോൾ മോസ്കോയിൽ പോയിട്ട് ചെയ്യണം, അവിടുന്ന് പിറ്റേ ദിവസം രാവിലെ US ന്യൂയോർക്കിൽ പോയി ചെയ്യണം. ഇതെല്ലാം ചെയ്തു വെക്കുന്നതിന്റെ ഇടയ്ക്ക് വേണം ഭദ്രാസന ഭരണം, സെമിനാരിയിലെ ഭരണം, മറ്റുള്ള ഇന്ത്യൻ ഫിലോസഫിക്കൽ കോൺഗ്രസിന്റെ ചുമതല, എന്തെല്ലാം കാര്യങ്ങളെ തിരുമേനി ഒരേ സമയത്ത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സഹോദരനായിരിക്കാം, പക്ഷേ ഞാൻ ഇപ്പൊ ദൈവത്തിന്റെ ദാസനാണ്. അതുകൊണ്ട് അപ്പൊ ഞാനൊക്കെ കയറി ഇറങ്ങുന്നത് എങ്ങനെയാന്ന് അച്ഛൻ ചിന്തിക്കുമായിരിക്കാം. ഞങ്ങൾക്ക് അതിന് പെർമിഷൻ ഉണ്ട്, പക്ഷെ അവിടെ പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടം ഇടിഞ്ഞു പോകത്തക്ക രീതിയിലോ ഓട ഇളകി പോകത്തക്ക രീതിയിലോ ഒരു കിഴുത്ത വീഴത്തക്ക രീതിയിലോ ഞങ്ങളുടെ ഭാഗത്ത് ഒരു പ്രശ്നവും ഉണ്ടാവുകയല്ല. തിരുമേനിയുടെ ബെഡ്റൂമിലോ തിരുമേനിയെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാതെ പോണെന്നേ ഉള്ളൂ.
ഇതെല്ലാം കഴിഞ്ഞ് അത് ഏതാണ്ട് ആയി കഴിയുമ്പോഴാണ് പുറത്തോട്ട് ജേക്കപ്പേ നീ എപ്പോ വന്നു? അപ്പോഴത്തേക്കും ചേട്ടനുമാണ് മെത്രാനുമാണ് ലോകം അറിയപ്പെടുന്ന വ്യക്തിത്വത്തിന്റെ മുമ്പിലാ സ്വന്തം അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരൊറ്റ വയറ്റിൽ നിന്നും 2 സമയങ്ങളിലായിട്ട് പുറത്തു വന്നു എന്നുള്ള വ്യത്യാസമുള്ളൂ. ആ ജേക്കബ് എന്ന് പറയുന്ന സഹോദരനോട് പോലും ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് സഭാപരമായിട്ടുള്ള ലെവലിൽ, സഭയുടെ പേരിലാണല്ലോ ഗ്രിഗോറിയോസ് തിരുമേനി അന്തർദേശീയ ലെവലിലും അറിയപ്പെടുന്നത്. ആ സഭയുടെ അംഗം എന്നുള്ള പൗലോസ് മാർ ഗ്രിഗോറിയോസുടെ സഭയാണ് ഓർത്തഡോക്സ് സഭയെന്നാ എന്നോട് പലരും വെളിയിൽ ചെല്ലുമ്പോൾ പറയുന്നത്. ഞാൻ അബുദാബി ചെല്ലുന്നതായ സന്ദർഭത്തിൽ അവിടുത്തെ ഡോക്ടർ ഇബ്രാഹിം ഇസുദ്ദീൻ അവിടുത്തെ കോർട്ടിലെ റിലീജിയസ് ആൻഡ് കൾച്ചറൽ അഡ്വൈസറാണ്. അദ്ദേഹം പോലും പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പള്ളിയിലെ അച്ഛൻ എന്നും പറഞ്ഞ് പ്രോട്ടോകോൾ തെറ്റിച്ചിട്ട് ഇങ്ങോട്ട് വരിക. ആരുടെ അടുക്കിലേക്കാ? എന്റെ അടുക്കിലേക്ക് എന്നല്ല ഞാൻ പറയുക. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ആ ഒരു പ്രാഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ തിരുമേനിയുടെ പകരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധുവാ. പക്ഷെ എന്നെയും അവര് കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് അനുഭവിച്ചറിയുക. അപ്പോ ഈ പറയുന്ന എൻലൈറ്റ്മെന്റ് ഈസ്റ്റ് വെസ്റ്റ് ഷിംലയിൽ വെച്ച് എഴുതിയ ആ പുസ്തകം ഭയങ്കര ഇതാണ്. ഡോക്ടർ ഇസുദ്ദീൻ നേരത്തെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം മതത്തിന്റെ വക്താവ് എന്നുള്ള രീതിയിൽ ഡോക്ടർ ഇബ്രാഹിം ഇസുദ്ദീനും ക്രൈസ്തവ മതത്തിന്റെ വക്താവ് എന്നുള്ള രീതിയിൽ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ്, ആദ്യം പോൾ വർഗീസ്, ഇവര് തമ്മിൽ അന്ന് 30 വർഷം മുമ്പേ ശത്രുതാ മനോഭാവത്തോടു കൂടി ഇദ്ദേഹം തിരുമേനിയുടെ പലതിനും ഖണ്ഡിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവസാനം ഉണ്ടല്ലോ ഈ സംസാരം പിന്നീട് അടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സൗഹൃദത്തിലാണ്. അവസാനം എന്താ, ഡോക്ടർ ഇസുദ്ദീൻ ഗ്രിഗോറിയോസ് തിരുമേനി എന്ന് തികച്ചു പറയത്തില്ല, ഗ്രിഗോറിയോസ് തിരുമേനി ഡോക്ടർ ഇസുദ്ദീനെ തികച്ചു പറയത്തില്ല. ആത്മകഥയില് ഡോക്ടർ ഇസുദ്ദീനുമായിട്ടുള്ള ചില കാര്യങ്ങൾ തിരുമേനി എഴുതിയിട്ടുള്ളത് അച്ഛൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാകും. അച്ഛനോട് ഞാൻ ഒരു കാര്യം പറയാം. തിരുമേനി എന്നെ അബുദാബിയിലേക്ക് വിട്ടു കഴിഞ്ഞപ്പോഴത്തുണ്ടല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ അംബാസഡർ MBM മേനോൻ സാറ്, അപ്പം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഭയങ്കര സംഭവമാണ്. അത് പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തായുടെ ആണ് എന്നുള്ളതും ഒക്കെ അതിന്റെ പിന്നിലുള്ള സംഗതി. അപ്പോ ഞാൻ ചെന്ന ആ സമയത്ത് ഞാനും കൊച്ചമ്മയും എൻ്റെ മോളും കൂടി അവിടെ ക്രിസ്മസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ക്ഷണിച്ചതിന്റെ വെളിച്ചത്തിൽ അവിടെ അപ്പൊ ഞങ്ങൾ പള്ളിയിൽ നിന്നും കൊയറിനെയും മറ്റുമൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു 1.5 എന്നിട്ട് ബെഡാഖാന ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയത്തക്ക രീതിയിലാണ്. അന്ന് ഞങ്ങൾ ചെല്ലുമ്പോ അങ്ങേ അറ്റത്ത് MBM മേനോൻ സാറും ശാന്ത മറ്റേ വൈഫും അതുപോലെ തന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അന്നേരത്തേക്ക് ഇങ്ങനെ കയറി വരിക, ഞങ്ങൾ 3 പേരും കൂടി. അപ്പൊ മേനോൻ സാറ് ഇദ്ദേഹത്തോട് ഇതിനോട് പറയുകയാണ്, ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അച്ഛനാ വരുന്നത്. അന്നേരം അത് കേട്ട് കഴിഞ്ഞപ്പോ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ആ ദേഹം എന്നാ ചെയ്തെന്നറിയാവോ? അങ്ങേ അറ്റത്ത് നിന്ന് തന്റെ സ്ഥാനവസ്ത്രമൊക്കെ ധരിച്ചാ വന്നിരിക്കുന്നത്. കൈ രണ്ടും ഉയർത്തി ഞങ്ങൾ എവിടെ വന്ന് നിൽക്കുന്നുവോ അവിടേക്ക് ഞങ്ങൾ അവരുടെ അടുക്കിലേക്ക്, മേനോൻ സാറിന്റെ ഒക്കെ അടുക്കിലേക്ക് അടുക്കാനായിട്ട് നടന്നു വരുന്ന അങ്ങേ അറ്റത്ത് അദ്ദേഹം ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് എന്നുള്ള ശബ്ദമാണ് എനിക്ക് കേൾക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രീസ്റ്റ് ആണ് ദാ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞതിന് ശേഷം പ്രോട്ടോകോളും എല്ലാം തെറ്റിച്ചിട്ട് ആ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പേരിൽ ആശ്ലേഷിച്ച ആ കാര്യമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ കിടക്കുന്നു. ഈ ഗ്രാമത്തിൽ ജനിച്ച് സാധുവായ ഈ കുര്യനച്ഛന്റെ അടുക്കലേക്ക് നമുക്കൊന്നും യോഗ്യതയില്ല. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ലോകം അറിയുന്ന വിശ്വ പൗരനായിരിക്കുന്ന ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, ആ തിരുമേനിയുടെ കെയർ ഓഫില് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പേരില് ഞാൻ അവിടെ ആശ്രയിക്കപ്പെടുകയാണ് ആ മനുഷ്യനുമായി. അദ്ദേഹം ഒരിക്കല് സുഖയില്ലാതെ മഫ്രഹ് ഹോസ്പിറ്റലിൽ കിടക്കുക. രാജകുടുംബത്തിനല്ലാതെ ഒരു മനുഷ്യർക്കും അറിയില്ല. പക്ഷെ എനിക്ക് മെസ്സേജ് കിട്ടി. എങ്ങനെയാണെന്നൊന്നും ചോദിക്കണ്ട, എനിക്ക് കിട്ടി. ഞാന് ചെല്ലുന്ന കാര്യം ധരിപ്പിച്ചു. എനിക്ക് യഥേഷ്ടം പോകാമായിരുന്നു. ഡോക്ടർ സിദ്ദിന്റെ ആരുടെ കെയർ ഓഫിലാണ്? പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കെയർ ഓഫിൽ എനിക്ക് അവിടെ പോകാമായിരുന്നു. കോർട്ട് മാത്രം, അതായത് ഈ രാജകുടുംബം മാത്രം റിലീജിയസ് അഡ്വൈസറാണ്, കൾച്ചറൽ അഡ്വൈസറാണ്, നല്ല സ്ഥാനമുള്ള, നമുക്ക് അലൈൻ പള്ളിക്ക് സ്ഥലമൊക്കെ കിട്ടത്തക്ക രീതിയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകളൊക്കെ നമുക്ക് മറക്കാൻ പറ്റില്ല. മാത്യൂസ് ഗിരിയൻ ബാബ വന്ന സമയത്തും ഞാൻ തിരുമേനിയും കൊണ്ട് പോയത് തിരുമേനിക്ക് ഭയങ്കര നല്ല തേജസ്സും ഒക്കെ ഉണ്ട്, അദ്ദേഹത്തിനും ഒക്കെ ഇഷ്ടപ്പെട്ടതും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ ചെന്നു മാഫർഗ് ഹോസ്പിറ്റലിൽ. അദ്ദേഹം കിടക്കുന്ന മുറി, അതിനോട് ചേർന്നുള്ള മറ്റു മുറികൾ രാജകീയമായിട്ടുള്ള സന്നാഹങ്ങളാണ്. ചെന്ന് കഴിഞ്ഞിട്ട്
ഓരോ കാര്യമൊക്കെ സംസാരിച്ചു. ഞാനൊരു ബൊക്കയൊക്കെ ആയിട്ടാ പോയി, ബൊക്കെ കൊടുത്തു. ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തലകുനിച്ചു പ്രാർത്ഥിക്കാൻ. ആ ഇസ്ലാം മതത്തിന്റെ 30 വർഷങ്ങൾക്ക് മുമ്പ് എതിരാളിയായി ശത്രുതാ മനോഭാവത്തോടു കൂടി എന്റെ ഗുരുവായ പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനിക്കെതിരെ ശബ്ദമുയർത്തി അദ്ദേഹം പ്രാർത്ഥിക്കാൻ പറഞ്ഞ് തലകുനിച്ച് ഞാൻ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അവിടുന്ന് ഇറങ്ങുന്നത്. അച്ഛാ, എനിക്ക് ചിന്തിക്കാൻ വയ്യ. അത്രയ്ക്ക് അദ്ദേഹം ഇസ്ലാം മതവാദി എന്നുള്ള ഒരു അല്പം വിപ്ലവാത്മകമായ ചിന്തയുള്ള ഒരു മനുഷ്യനും കൂടിയായിരുന്നു അതിനു മുമ്പ്. അത് ഓർത്തോളണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ, ഞാൻ സൈപ്രസിൽ മിഡിൽ ഈസ്റ്റ് ചർച്ച് കോൺഫറൻസിൽ പങ്കെടുക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് സുഖമില്ലാതെ വന്നു. സുഖമില്ലാതെ വന്നപ്പോൾ ഈ ഇതേ ഹോസ്പിറ്റലിൽ തന്നെ എന്നെ അഡ്മിറ്റ് ചെയ്തു. അതായത് 10-12 ദിവസത്തോളം അവിടെ അഡ്മിറ്റ് ആയി. അപ്പോഴത്തേക്ക് ഈ വിവരം ഡോക്ടർ ഇസുദ്ദീൻ അറിയും. അദ്ദേഹം ആ സമയത്ത് വെളിയിലേതോ രാജ്യത്താണ്. അദ്ദേഹത്തിന് വരാൻ പറ്റാത്തത് കൊണ്ട് ആരെ അയച്ചെന്ന് അച്ഛനറിയാമോ? ഈ പിറവം സ്വദേശിയായ ടി പി കുര്യൻ അച്ഛനെ കാണാൻ ഒരു ബൊക്ക തരാൻ അയച്ചത് അദ്ദേഹത്തിന് വരാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം മകളെ, അവള് മെഡിക്കൽ ഡോക്ടറാണ്, അവളെ അവിടെ അയച്ചു. എന്റെ മുറിയിൽ വന്ന് ആ ഫാദറിന് വേണ്ടിയിട്ട് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ആ മഹത്വ വെളിച്ചത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു വൈദികൻ എന്നുള്ള രീതിയിൽ ആ ബൊക്കെ ഞാൻ സ്വീകരിച്ചു. വച്ചാ കുറച്ച് സമയമൊക്കെ സംസാരിച്ചു. അവളുടെ കല്യാണത്തിന് ഇസുദ്ദീൻ എന്നെയും കുടുംബത്തെയും വിളിച്ചിരുന്നു. അപ്പൊ അവിടുത്തെ കല്യാണമൊക്കെ പുരുഷന്മാർക്ക് പ്രത്യേകം, സ്ത്രീകൾക്ക് പ്രത്യേകം. അതില് പിന്നെ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, അതൊക്കെ ആ ഒരു ലെവലിലുള്ളതൊക്കെ പറ്റത്തുള്ളൂ. ഈ എന്താ കഥ, ഓരോരോ മീറ്റിങ്ങുകളിലൊക്കെ വിളിക്കുമ്പോഴും ഒക്കെ ഒരുമിച്ച് കാണുമ്പോൾ ഓടി അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വരുന്ന ഡോക്ടർ ഇസുദ്ദീൻ. എന്നിട്ട് എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗ്രിഗോറിയോസ് തിരുമേനി കാലം ചെയ്തു. ഞാൻ അന്ന് അബുദാബി പള്ളിയിൽ നിന്നും അലൈൻ കോൺഗ്രിഗേഷനിൽ ഒരു കുർബാനയ്ക്ക് ഈവനിങ് സർവീസ് കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. പകുതി വഴി ആയപ്പോഴത്തേക്ക് എന്റെ വണ്ടി കേടായി, സൈഡിൽ ഒതുക്കിയിട്ടു. എന്താ എന്നു മനസ്സിലാകുന്നില്ല. ഞാന് പ്രാർത്ഥനായോഗം നടത്തിയ വീട്ടിലെ രാജുവിനെ ഞാൻ അവിടെ നിന്ന് വിളിച്ചു. വണ്ടി ഇങ്ങനെ കുഴപ്പത്തിൽ കിടക്കുക. അദ്ദേഹം അവിടുന്ന് അദ്ദേഹത്തിന്റെ വണ്ടി എടുത്ത് 160 കിലോമീറ്റർ ഉണ്ട്, 80 കിലോമീറ്ററുള്ള അടുത്തപ്പോഴാണ് ഈ സംഭവം. ബാക്കി 80 കിലോമീറ്റർ കിടക്കുക. രാജു വേറെ 2-3 പേരെയും കൂടി കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് ഓടിച്ചു വന്നു, എന്റെ അടുക്ക് വന്നു. വന്നു കഴിഞ്ഞതിന് ശേഷം ഈ എഞ്ചിന്റെ ആ ടോപ്പ് മാറ്റി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. 2 വയറ് തമ്മിൽ വിട്ടുകിടക്കുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അത് കണക്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. ഒട്ടും തന്നെ താമസിയാതെ ഇങ്ങോട്ട് പോന്നു. ഏതാണ്ട് ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് മസ്കറ്റിൽ സഹായ മെത്രാപ്പൊലീത്തയായിരുന്ന ഇയോവ് തിരുമേനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി കാലം ചെയ്തു. ഏതാ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി കാലം ചെയ്തു. എനിക്ക് കുറച്ചു നേരത്തേക്ക് മിണ്ടാട്ടം ഇല്ലാതെയായി. ഞാനെന്നാൽ 20 കിലോമീറ്റർ ബാക്കില് 80 കിലോമീറ്റർ അലയിൽ നിന്നും ഇങ്ങോട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് വണ്ടി കേടായ സമയം ഞാൻ ഓർത്തു കഴിഞ്ഞപ്പോ തിരുമേനി മരിക്കുന്ന, കാലം ചെയ്യുന്ന ആ സമയത്ത് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന എനിക്ക് ആ യാത്ര തുടരാതെ സൈഡിൽ ഒതുങ്ങി കിടക്കേണ്ടത്തക്ക രീതിയിലുള്ള ഒരു ദൈവീക ഒരു എന്താന്ന് എനിക്ക് അറിയില്ല, അതെന്റെ അനുഭവമാണ്. തിരുമേനിയുടെ ശ്വാസം ശരീരത്തിൽ നിന്നും വേർപെട്ടു പോകുന്ന ആ സമയത്ത് ഞാൻ ആ കാറിൽ യാത്ര ചെയ്യാതിരിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ അത് കഴിഞ്ഞിട്ട് പ്രസംഗിക്കുകയുണ്ടായി. ഞാൻ ഒരു പ്രകാരത്തിൽ ഞാൻ പള്ളിയിൽ വന്നു. പിന്നെ ഓരോ കാര്യങ്ങളുമായി ബന്ധിപ്പിച്ച് കോണ്ടാക്ട് ചെയ്തു. ഞാൻ അടക്കത്തിനൊക്കെ പോയി. ഡോക്ടർ ഇസുദ്ദീൻ അന്നേരം UK ഇംഗ്ലണ്ടിലാണ്. എനിക്ക് അന്ന് വൈകിട്ട് ഒരു മെസ്സേജ് കിട്ടിയച്ചാ. ആ മെസ്സേജ് എന്താണെന്നറിയാമോ? ആ മെസ്സേജ് കണ്ടോളൻസ് മെസ്സേജ് ആണ് എന്ന് പറഞ്ഞാലും ഗ്രിഗോറിയോസ് തിരുമേനിയെ പറ്റി വർണ്ണിച്ച് ഇങ്ങനെ എഴുതി അതിൽ കണ്ടോളൻസ് രേഖപ്പെടുത്തുന്നു. അവിടുത്തെ വികാരി ഗ്രിഗോറിയോസ് തിരുമേനിയാൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന അച്ഛൻ എന്നെ സംബോധന ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെയാണ്: മേ ഇറ്റ് പ്ലീസ് യുവർ ഗ്രേസ് എന്ന് സല്യൂട്ട് ചെയ്തുകൊണ്ട് കിട്ടിയിരിക്കുന്ന ആ കണ്ടോളൻസ് എനിക്ക് ഫാക്സ് മെഷീനിൽ വരികയാണ്. ഞാൻ അതിന്റെ കോപ്പിയൊക്കെ എടുത്ത് ഞാൻ നോട്ടീസിൽ ഇടുക മാത്രമല്ല, പിന്നീട് നമ്മുടെ ബോംബെ ഭദ്രാസനാധിപനായിരുന്ന കൂർലോസ് തിരുമേനിയുടെ സഹോദരൻ ജോസ് പി കുര്യൻ, അദ്ദേഹം മരിച്ചിട്ട് അധികമായില്ല. അദ്ദേഹം ആ സമയത്ത് അവിടെ അബുദാബിയിലുള്ളതാണ്. ഇപ്പൊ പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനിയെ പറ്റി ഒരു പുസ്തകം അദ്ദേഹം തയ്യാറാക്കി.
നാട്ടിൽ അത് പ്രിന്റ് ചെയ്തു, അത് ഇവിടേക്ക് കൊണ്ടുവരണം. അപ്പൊ ഈ ഗൾഫ് കൺട്രീസിലേക്ക്, അറബി രാജ്യങ്ങളിലേക്ക് പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരുന്നതിനൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ. ഒരു കോപ്പിയോ 2 കോപ്പിയോ ടക്സ അങ്ങനെയൊന്നും ഇത് ബൾക്കായിട്ട് വരിക. അവസാനം വന്നപ്പോൾ അവിടെ കസ്റ്റംസ് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതെന്തിനാ, ഇതെങ്ങോട്ടാ, ഇംഗ്ലീഷിലാ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ജോസ് ഉടനെ എന്നോട് നേരത്തെ ആവശ്യപ്പെട്ടതനുസരിച്ച് എനിക്ക് കിട്ടിയ ഈ മെസ്സേജ് ഞാൻ ജോസിന് കോപ്പി എടുത്തു കൊടുത്തു. അതിന്റെ ആമുഖത്തില്, ആ പുസ്തകത്തിന്റെ ആമുഖത്തിന്റെ മുമ്പായിട്ട് ഇത് പ്രസിദ്ധീകരിച്ചു. അതിന്റെ ഒരൊറ്റ വെളിച്ചത്തിൽ ആ കോപ്പികൾ മൊത്തം റിലീസ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. ഇംഗ്ലണ്ടിൽ നിന്നും അദ്ദേഹം വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ബുക്കിന്റെ റിലീസിങ്ങിന് ഡോക്ടർ ഇസുദ്ദീൻ പള്ളിയിലേക്ക് വരുമ്പോ മെയിൻ ഗേറ്റിൽ വെച്ച് അദ്ദേഹത്തെ സ്വീകരിക്കത്തക്ക രീതിയിൽ വരുന്നു. ഇയോ മാർ ഫിലിപ്സിന് സഹായ മെത്രാപ്പോലീത്ത ആ സമയത്ത് അവിടെ പള്ളിയിൽ ഉണ്ട്. കുർബാന കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് ഈ വിശ്വാസികളെല്ലാം കൂടി നിൽക്കുന്നു. ഞാൻ ഡോക്ടർ ഇസുദ്ദീനെ സ്വീകരിക്കുന്നു. സ്വീകരണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ അച്ഛാ, ഒരു വല്ലാത്ത ആലിംഗനം പോലെയുള്ള ഒരു ഭയങ്കര ഒരു കെട്ടിപ്പിടിച്ച് ആ ഗ്രിഗോറിയോസ് തിരുമേനിയോട് എന്നതൊക്കെയാണോ അദ്ദേഹത്തിന്റെ വേർപാടുമായി ബന്ധിപ്പിച്ച് എന്റെ ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞതും, അതുകൂടാതെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്നേഹവും പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനിയോടുള്ള ആ ഒരു ബഹുമാനം എല്ലാം കൂടി വികാരി എന്നുള്ള രീതിയിൽ കെട്ടിപ്പിടിച്ചെന്നെ എനിക്ക് നൽകിയതും ഒക്കെ ഞാനിപ്പോ ഓർക്കുമ്പോൾ എനിക്ക് പലതും ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കപ്പെടേണ്ടതായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഏതായാലും ഈ സംഗതി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് മകളുടെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചു. ഏതായാലും ഞാൻ പോയി, ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനി 1996 നവംബർ മാസത്തിൽ മരിക്കുന്നു, കാലം ചെയ്യുന്നു. എന്നെ അതിന് തൊട്ട് 5 മാസം മുമ്പാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. തിരുമേനി എനിക്ക് കൽപ്പന അയച്ചത് ഇന്നത്തേതുപോലെ സ്പീഡിൽ കിട്ടുന്നില്ല. എനിക്ക് ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് ചണ്ഡീഗഡിൽ തിരുമേനി അയച്ച ഓർഡിനറി കൽപ്പന കിട്ടുന്നത്. ചണ്ഡീഗഡ് പള്ളിയിലെ വികാരിയെ സ്ഥലം മാറ്റി അബുദാബിയിലേക്ക് നിയമിച്ചിരിക്കുന്നു. ഇത് പൊട്ടിച്ചു വായിച്ച ഞാൻ വല്ലാതെയായി. അന്ന് കൊച്ചച്ഛനാ, പ്രായമൊന്നും ഇല്ല, വളരെ കൊച്ചച്ഛനാ. ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും വിചാരിച്ചില്ല. അന്ന് ഒരു പ്രകാരത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോഴാണ് ബിയാൻ സിംഗിനെ ബോംബ് വെച്ച് പൊട്ടിച്ചു, ബിയാൻ സിംഗിനെ കൊന്നു. അന്ന് വൈകിട്ടത്തെ ട്രെയിൻ ഞാൻ ഇവിടുന്ന് പോവുക. എവിടേക്കാ? ഗുരുവായൂർ തിരുമേനിയെ കാണാൻ പോവുക. അവിടേക്ക് പോകുന്നതായ സന്ദർഭത്തിൽ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയ 5 മണിക്ക് ശേഷം ഞാൻ അവിടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. കാരണം പഞ്ചാബ് പ്രശ്നമാണ്. ജലന്ധറിൽ പോകുമ്പോഴേ സ്കൂളിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ബസ്സിനെ പോകത്തുള്ളൂ. പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയ തിരിച്ചു വരുമ്പോഴും വൈകിയാ വരുന്നെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയ അങ്ങനെയൊക്കെ വരുന്ന വല്ലാത്തൊരിതാ. കാരണം വെച്ചാൽ എപ്പോഴും ഇപ്പൊ ബിയാൻ സിംഗിനെ കൊന്നു കഴിഞ്ഞ ദിവസമായത് കാരണം അന്നത്തെ പോക്ക് ഭയങ്കര റിസ്ക് ഉള്ളതാണ്. ഞാൻ പോയി അവിടെ ചെന്നു. പിറ്റേ ദിവസം വെളുപ്പിന് തിരുമേനിയുടെ അടുത്ത് ചെന്ന് ഞാൻ മുറി ചെന്നു. എന്താ അച്ഛൻ ഇത്ര രാവിലെ? ഉടനെ എന്നോട് ചോദിച്ചു. അത് തിരുമേനിയുടെ കൽപ്പന കിട്ടി. കിട്ടി, ഞാൻ അയച്ചത്. അല്ല, ഇത്ര വലിയ ഉത്തരവാദിത്വമുള്ള ഒരു ഇടവകയുടെ ബാക്കി എനിക്ക് പറയേണ്ടി വന്നില്ല. പൗലോസ് ഗ്രിഗോറിയോസ് ബാക്കി മനസ്സിലാക്കാൻ അത്രയ്ക്ക് ബുദ്ധിയാ. അതെ, അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാ ഞാൻ അച്ഛനെ വിടണ, പൊക്കോളണം. അച്ഛാ, ഞാനങ്ങ് വല്ലാതെയായി. ഞാൻ 2 പേരോടാണ് ഈ വിഷയം ഞാൻ അവതരിപ്പിച്ചു. ഒന്ന് ഗ്രിഗോറിയോസ് തിരുമേനിയോട് പറഞ്ഞു, എന്നെ ഇപ്പൊ വിടരുത്, ഞാൻ കൊച്ചച്ഛനാണ്, അത് വലിയ വെള്ളിയാണ്, കുറച്ചുകൂടെ പ്രായവും പക്വതയൊക്കെ വന്നിട്ടേ വിടാവൂ. എൻ്റെ കൊച്ചമ്മയുടെ ഫാദറിനെ ഞാനൊരു തുറന്നൊരു കത്തെഴുതി. അപ്പൊ അദ്ദേഹം എനിക്ക് എഴുതിയതും തിരുമേനി പറഞ്ഞ മറുപടിയും കൂടി ചേരുമ്പോ ഞാൻ അവിടെ പോകണം. ഞാൻ തിരുമേനി പറഞ്ഞത് ഞാനൊന്നും ധിക്കരിച്ചില്ല. തിരുമേനി എനിക്ക് ഇംഗ്ലീഷിൽ എഴുതി തന്ന കൽപ്പന അറബിയിലും കൂടി ഇപ്പറയാക്കി അത് അവിടെ അടുത്ത അപ്രൂവൽ വാങ്ങിച്ചെങ്കിൽ എനിക്ക് അവിടെ വിസ സ്റ്റാറ്റസ് അവിടെ കിട്ടത്തുള്ളൂ. അങ്ങനെ പോയതാച്ചാ, അല്ലെങ്കിൽ ഞാൻ ഗൾഫിലൊന്നും പോകുന്നില്ല. അപ്പൊ ഗ്രിഗോറിയോസ് തിരുമേനി എന്നെ അങ്ങ് അയക്കത്തക്ക രീതിയിൽ അത് ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞ് അത് പറ്റില്ല, അച്ഛൻ പോണം, ഞാൻ അത് അങ്ങനെ വിട്ടിരിക്കുന്ന, പൊക്കോളണം, ഓർഡറാണ്. അപ്പൊ എന്താ അച്ഛാ, തിരുമേനി കാലം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് ആകെ ബ്ലാങ്കായി. എന്നെ വിളിച്ചോണ്ട് വന്നു, പഠനത്തിന് വിടണം. അപ്പൊ അതിന്റെ ഒരു കത്തും എൻ്റെ കയ്യിലുണ്ട്. അതിന് മുമ്പ് നടന്നതില് തോമസ് അച്ഛൻ അന്ന് ഇംഗ്ലണ്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്ക് തിരുമേനി കത്തെഴുതിയിരിക്കുന്നത്, തോമസ് അച്ഛന്റെ പഠനം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അച്ഛൻ പോകത്തക്ക രീതിയിൽ റെഡി ആയിക്കൊള്ളുക, എന്നെ ഒന്ന് ഓർപ്പിച്ചേറ്റാ മതി. അതിനു മുമ്പ്
എന്നെ അവിടെ കൊണ്ടേ ആക്കിയിട്ട് തിരുമേനി അങ്ങ് പോയി. 5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജൂൺ മാസത്തിൽ അവിടെ എത്തുന്നു. തിരുമേനി നവംബർ 24 കാലം ചെയ്യും. ഉടനെ തന്നെ ഞാൻ അടക്കത്തിന് ഞാൻ നാട്ടിൽ പോയി. അടക്കം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നു. എനിക്ക് ഏതാണ്ട് ഒരു അത്രയ്ക്കൊരു ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധം എന്റെ എനിക്കത് പറയാനറിയില്ല. തിരുമേനി പറയുന്ന ഫിലോസഫിയോ തിയോളജിയോ ഒന്നും എനിക്ക് ഒന്നും മനസ്സിലായിട്ടൊന്നുമല്ല. പക്ഷെ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു, സ്നേഹമുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു. ഒരു അപ്പന്റെ സ്ഥാനത്ത് നിൽക്കാൻ, ആവശ്യങ്ങൾ അറിഞ്ഞ് ചെയ്യാൻ. ഒരിക്കല് ഞാന് അപ്പൊ എന്നോട് ചോദിക്കുക, എന്താ അച്ഛാ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടൊക്കെ പോകുന്നു? അപ്പൊ എനിക്കിത് പറയുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഞാനിതൊക്കെ ഓപ്പൺ ആയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാനൊക്കെ വളരെ അച്ഛാ ഈ ഔട്ട് ഓഫ് വേയിലുള്ള ഒരു പരിപാടിയില്ല. അബുദാബി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അബുദാബി പോയി തിരിച്ച് അതുപോലെ ഞാൻ ഇങ്ങോട്ട് വന്നു. അതല്ലാതെ വെട്ടിപ്പിടിക്കത്തക്ക രീതിയിലുള്ള പരിപാടികൾക്കൊന്നും എന്നെ വിലയ്ക്ക് വാങ്ങത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളുമായി വന്നിട്ട് അവരെയൊക്കെ തെറ്റിത്തെറിപ്പിച്ചിട്ടേ ഉള്ളൂ. കാരണം ഗ്രിഗോറിയോസ് തിരുമേനി ഉൾക്കൊള്ളുന്നതായ മലങ്കര സഭയുടെ ഒരു അച്ഛനാണ് ഞാൻ. എനിക്ക് ഒരു കാരണവശാലും അല്ലാത്ത രീതി. പക്ഷെ ഞാൻ ഉള്ളത് കിട്ടിയതിൽ നോക്കിയും കണ്ടുമൊക്കെ സൂക്ഷിച്ചു വെച്ച് പിന്നീട് എൻ്റെ ജീവിതത്തിന് അത് സഹായകരമാകുന്ന തരത്തിൽ മലങ്കര സഭയുടെ ഒരു വൈദികൻ എന്നുള്ള തരത്തിൽ എന്നെ ഇപ്രകാരം ആക്കിയെടുത്തത് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയ. ആ തിരുമേനി അവസാനം കാലം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ 5 മാസം കഴിഞ്ഞു പോയി. എൻ്റെ പഠനത്തിന്റെ കാര്യം എല്ലാം ബ്ലാങ്കായി. അതിനകത്ത് എനിക്ക് തിരുമേനി കണ്ടിരുന്ന എന്തോ ഒരു നല്ലൊരു സ്വപ്നമുണ്ടായി. ആ സ്വപ്നം തിരുമേനി എങ്ങനെയാന്ന് വെച്ചാൽ കഴിവുള്ള, എനിക്ക് കഴിവുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. തിയോളജിക്കൽ അസോസിയേഷന്റെ ഒക്കെ വർക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ആ സ്വാഗത പ്രസംഗത്തെ പറ്റിയൊക്കെ തിരുമേനി വളരെ താല്പര്യത്തോടു കൂടി അതിൽ പ്രകടിപ്പിച്ച പ്രകടനങ്ങളൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല. അതൊക്കെ കണ്ടിട്ടായിരിക്കും എന്തോ എന്നെ അങ്ങോട്ട് ക്ഷണിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയൊന്നുമില്ല. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഓ തോമസ് അച്ഛൻ, എം ഒ ജോൺ അച്ഛൻ, ഇപ്പോഴത്തെ ബാവ എം എ മത്തായി അച്ഛൻ, അതുപോലെയുള്ള ആളുകളൊക്കെ, മറ്റേ വൈദ്യനച്ഛൻ KL വൈദ്യനച്ഛൻ മാവേലിക്കര, ഇതുപോലെയുള്ളവരെയൊക്കെ ഓരോ സ്ഥലത്ത് പഠിപ്പിക്കാനായിട്ട് വിട്ടത്. തിരുമേനി ആരെയും വിടത്തില്ലെന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി. അതിന് പറ്റുന്ന ആളുകളെ മാത്രമേ വിടത്തുള്ളൂ. പക്ഷെ തിരുമേനി കാലം ചെയ്തതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് വന്ന കാലഘട്ടത്തിൽ ഒരുത്തരെ ആരും വിട്ടില്ലല്ലോ. എന്തുകൊണ്ട് വിട്ടില്ല? അതിനൊക്കെ ഞാൻ ചോദ്യം ചെയ്തു. പഠിക്കാൻ മിടുക്കരായ വൈദികരെ പഠിക്കാൻ വിടണം. അവിടെ പോയിട്ട് ഇപ്പം പഠിപ്പിക്കാനായിട്ടൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ പഠിത്തം മിക്കവാറും എല്ലാവരും കല്യാണം കഴിച്ചിട്ടൊക്കെ ഒക്കെ പോകുന്നേ. മിക്കവാറും ഒക്കെ നേഴ്സുമാരും ഒക്കെ ആയിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞതിന് പഠിത്തം കഴിഞ്ഞതിന് ശേഷം കുടുംബമായിട്ട് അവിടെ കഴിയുന്ന ഒരു രീതിയാ. എനിക്കതിന് ഭയങ്കര എതിർപ്പുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ ദിമിത്രിയോസ് തിരുമേനി രവിയച്ഛനായിരിക്കുമ്പോൾ അമേരിക്കയിൽ പോയി പഠിച്ചിട്ട് അദ്ദേഹം നാട്ടിൽ വന്നു, പഠനം കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. എം എ മത്തായി എന്ന് പറയുന്ന അദ്ദേഹം സെമിനാരിൽ ചേർന്ന് ശമാശനായി, അച്ഛനായി. ആദ്യം റഷ്യയിൽ പോയി പഠിച്ചിട്ട് പിന്നെ റോമിൽ പോയി പഠിച്ചിട്ട് തിരിച്ചു വന്നു. ഇവിടെ സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തിനാ വിദ്യാഭ്യാസം? സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? പഠിക്കാനായിട്ട് പോകുന്നവർക്ക് സഭയുടെ എന്തെങ്കിലും ഫാക്കൽറ്റി ആയിട്ടോ അല്ലെങ്കിൽ മറ്റു പൊതുവായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധിപ്പിച്ച് എത്ര പേരുടെ സർവീസ് കിട്ടുന്നുണ്ട്? ഞാനതിനെ ചോദ്യം ചെയ്യുക. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു സംവിധാനം ഉണ്ടാകേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗ്രിഗോറിയോസ് തിരുമേനി വിഭാവന ചെയ്തതുപോലെ കഴിവുള്ളവരെ പഠിപ്പിച്ചെടുത്ത് സഭയുടെയും സഭയോടനുബന്ധിച്ചുള്ള പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വികസനത്തിന് പൊതു നന്മയ്ക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ ആ വിദ്യാഭ്യാസം കൊണ്ടുവരണമെന്ന്. അപ്പൊ അതൊരു കാഴ്ചപ്പാടില് നോക്കുമ്പോ ഈ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കൂടെ പ്രവർത്തിക്കത്തക്ക രീതി സെമിനാരി കഴിഞ്ഞു എങ്കിലും അതിലപ്പുറമായി തിരുമേനിയുടെ ഒരു അച്ഛനായി അവിടെ ഒരു ടേൺ ഇവിടെ സാധാരണയുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മാസങ്ങളോട് കൂടി ചണ്ഡീഗഡ് ആൻഡ് ജലന്ധർ കിട്ടി. അവിടെ ആ സ്കൂളൊക്കെ ഇപ്പൊ 2 സ്കൂളായി അച്ഛാ. ആദ്യത്തെ സ്കൂളിന്റെ 25ാമത് വർഷത്തോടനുബന്ധിച്ച് ഗ്രിഗോറിയോസ് തിരുമേനിക്ക് പകരക്കാരനായിട്ടെന്നുള്ള രീതിയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാനാര് പഞ്ചാബ് ഗവർണറെ കൊണ്ട് അവാർഡും ഒക്കെ തന്ന് ഒക്കെ യാത്രയാക്കി. അവിടെ ഇപ്പൊ സെന്റ് മേരീസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരുള്ള ഒരു സ്കൂളായി അവിടുത്തെ. ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ആ ഒരു കാഴ്ചപ്പാടാണ്. ആ തിരുമേനിയിൽ കൂടി വളർത്തപ്പെട്ട അച്ഛന്മാരിലൂടെ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളിലൂടെ വളർന്ന പ്രസ്ഥാനങ്ങളാണത്. പക്ഷെ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നോ പുതുതലമുറയ്ക്ക്? അതുകൊണ്ട് അച്ഛൻ ചെയ്യുന്ന ഈ ഒരു വലിയ ദൗത്യം ഞാൻ അതിനെ എപ്പോഴും ഞാൻ ശ്ലാഘിച്ചുകൊണ്ടിരിക്കും. കാരണം പുതുതലമുറ അറിയണം ഇങ്ങനെ ഒരാള് ജീവിച്ചിരുന്നു എന്ന്.
അദ്ദേഹം മനുഷ്യനായിരുന്നു, ദൈവമല്ല. ഈ ലോകത്തിൽ അതുപോലെ എത്ര പേരെ ഒരേ സമയത്ത് നമുക്ക് കാണാൻ പറ്റും? ഇന്ത്യൻ ഫിലോസഫിക്കൽ കോൺഗ്രസിന്റെ ചെയർപേഴ്സൺ ആയിരുന്ന രാധാകൃഷ്ണൻ, ഡോക്ടർ രാധാകൃഷ്ണന്റെ ഒക്കെ ഇരുന്ന കസേരയിൽ ഇരിക്കത്തക്ക രീതിയിലുള്ള ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ? WCCയുടെ ഒക്കെ ചുമതലയിൽ വരത്തക്ക രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്ന ആള് എവിടെ? ഹെയ്ലി സെലാസി ചക്രവർത്തിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള തരത്തിൽ പ്രവർത്തിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യം കിട്ടിയ വേറൊരാളെ വേറെ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചുമതലാബോധത്തോടെ പഠിക്കുകയാണെങ്കിൽ പഠിക്കും, ചെയ്യുകയാണെങ്കിൽ ചെയ്യും, വേറെ ഒരു പൊളിറ്റിക്സും ഇല്ലാത്ത തരത്തിൽ പ്രവർത്തിച്ചിരുന്ന അറിവുള്ള ഏത് വിഷയവും ഹാൻഡിൽ ചെയ്യാവുന്ന, അത് ഡൽഹി ഭദ്രാസനത്തിൽ വന്നപ്പോൾ ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ എനിക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിച്ചു. അച്ഛൻ്റെ എക്സ്പീരിയൻസസിൽ നമുക്ക് തിരുമേനിയിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന 2 പാഠങ്ങൾ, ഒത്തിരി അനേകമുണ്ടെങ്കിലും 2 പാഠങ്ങൾ അതെന്തായിരിക്കും? 2 പാഠങ്ങളിൽ ഒന്ന്, അറിവ് കൂടുതൽ നേടാനായിട്ട് സമയം ചെലവഴിക്കുക. അതായത് വായന, പഠനം. അത് തിരുമേനിയിൽ കിട്ടിയ ഒരു വലിയ ഒരു പാഠമായിട്ട് ഞാൻ എടുക്കുകയാണ്. തിരുമേനി വായിക്കുന്നത് പോലെ ഗ്രഹിച്ചു പോകാനൊന്നും എനിക്ക് കപ്പാസിറ്റി ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ തിരുമേനി പറഞ്ഞതനുസരിച്ച് ഒരു പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ചിലപ്പോൾ ഒരു 4-5 പ്രാവശ്യം വായിക്കും. സെമിനാരിയിലുള്ള സമയത്ത് ഇടയ്ക്ക് എന്നെ വിളിച്ച് ഓരോ കാര്യങ്ങൾ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തിരുമേനി എഴുതിയിട്ടുള്ള പ്രബന്ധങ്ങളുടെ ഫയലുകൾ അടക്കമുള്ളത് സെഗ്രിഗേറ്റ് ചെയ്ത് നല്ലത് ഏത് ചീത്ത ഏത് എന്നുള്ളത് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഞാൻ തിരുമേനി വിചാരിക്കുന്നത് എന്താണെന്നുള്ളത് അറിയാതെ അപ്പൊ തിരുമേനി എന്നോട് പറഞ്ഞ അനുസരിച്ച് ഞാൻ എൻ്റെതായ ലെവലിൽ ഞാൻ അത് സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒരാഴ്ച എടുത്ത് ഞാനത് റെഡിയാക്കി കൊടുക്കാനായിട്ട്. അപ്പം തിരുമേനി ചെയ്തുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളുമായി ബന്ധിപ്പിച്ച് പഠിക്കാവുന്നത് വായനയിലൂടെയും അക്കാഡമിക് ലെവലിലും പഠിക്കാവുന്നതിന്റെ പരമാവധി പഠിക്കുക. രണ്ടാമത്, ക്രിസ്തുവിന്റെ പകരക്കാരാണ് നമ്മളൊക്കെ. അപ്പോ ബിഷപ്പിന്റെ വികാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകരക്കാരനായിട്ടല്ലേ. അപ്പൊ പഠിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാ. ഓർത്തഡോക്സുകാർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ തിരുമേനിയുടെ ഹ്യൂമൻ പ്രസൻസ് എന്ന് പറയുന്ന ബുക്ക് അച്ഛൻ വായിച്ചു കാണുമെന്ന് എൻ്റെ വിചാരം. ആ എക്കോളജിക്കൽ സിസ്റ്റവുമായി ബന്ധിപ്പിച്ച് തിരുമേനി പ്രതിപാദിക്കുന്ന ഒരു പ്രതിപാദനമുണ്ട്. അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻവയറമെന്റ് എന്നുള്ള പദം തിരുമേനി ഉപയോഗിക്കത്തില്ല. നേച്ചറിനെ, പ്രകൃതി, പരിസ്ഥിതി എന്ന് തിരുമേനി പറയുന്നതിന് ഇഷ്ടമില്ല. പ്രകൃതി എന്നേ പറയത്തുള്ളൂ. അപ്പൊ ഈ ആവാസ വ്യവസ്ഥയില് മൃഗങ്ങളോടും മനുഷ്യരോടും പ്രകൃതിയോടും മരങ്ങളോടും ഒക്കെ നമ്മൾ പാലിക്കേണ്ടതായ ധർമ്മങ്ങൾ പാലിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, രണ്ടാമത്തേതായിട്ട് ആദ്യം പഠിക്കാവുന്നത് വായനയിലൂടെ അല്ലാതെയൊക്കെ പഠിക്കണം, പ്രത്യേകിച്ച് ഒരു വൈദികൻ എന്നുള്ള രീതിയിൽ. പിന്നീട് പഠിച്ച കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ പോരാ, പ്രാബല്യത്തിൽ വരുത്തണം. ചാരിറ്റി ഓറിയന്റഡ് ആണ്. ഇവിടെ മുളന്തുരുത്തിക്ക് അടുത്ത് തലക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഓലിയിൽ അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ തുടങ്ങിയ ഒരു ബാലഭവനം അച്ഛന് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാതെ വന്നപ്പോ അത് ഗ്രിഗോറിയോസ് തിരുമേനിയെ ഏൽപ്പിച്ചത്. അതിപ്പോ കൂർലോസ് തിരുമേനിയാണ് അതിന്റെ ചുമതലക്കാരനായിട്ട് വന്നിരിക്കുന്നത്. അവിടുത്തെ ഓരോ കുഞ്ഞിനെയും ഗ്രിഗോറിയോസ് തിരുമേനിക്ക് അറിയാം. അന്നത്തെ കാലഘട്ടത്തിൽ KT ഫിലിപ്പച്ചനെ പോലെയുള്ള അച്ഛന്മാരൊക്കെ തിരുമേനിയുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്നു. ഞാൻ വെളിയിലായിരുന്നപ്പോൾ KT ഫിലിപ്പച്ചനെ വിളിച്ച് അവിടെ കൊണ്ടുപോയി അലൈൻ കോൺഗ്രിഗേഷനിൽ പാഷൻ വീക്ക് നടത്തി 1 മാസം അവിടെ താമസിപ്പിച്ച് അച്ഛനെ എനിക്ക് ചെയ്യാവുന്ന രീതിയിൽ സഹായിക്കുന്നത് കൂടാതെ ഈ ബോയ്സ് ഹോമിന് ഞാൻ അന്നത്തെ സമയത്ത് ഏതാണ്ട് 8 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കളക്ട് ചെയ്ത് ഞാൻ കൊടുത്തയച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ചാൽ, നമുക്ക് എവിടുന്നാ കിട്ടുക? നമുക്ക് കിട്ടുന്നതിൽ നിന്നും ഉള്ളത് കണക്കാക്കിയോ അതല്ലെങ്കിൽ പൊതുസ്ഥാപനങ്ങൾ എന്നുള്ള തരത്തില് ചുമതലാബോധത്തോടെ അവിടെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഒരു തരത്തിലുള്ള കള്ളത്തരവും കാണിക്കാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതൊരു ചാരിറ്റി ലെവലിൽ ഗ്രിഗോറിയോസ് തിരുമേനി ഇവിടെ കോട്ടയത്ത് സെമിനാരിയിൽ വരുമ്പോൾ CC ചെറിയാനച്ഛനെ അറിയായിരിക്കുമല്ലോ. ചെറിയാനച്ഛനാണ് ഇതുപോലെയുള്ള പല കാര്യങ്ങളും തിരുമേനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്. ചാരിറ്റി ബേസിൽ ഒത്തിരി സഹായങ്ങൾ പലർക്കും ചെയ്തിട്ടുണ്ട്. പലർക്കും. ഞാൻ ആദ്യം പറഞ്ഞു വന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞു, എന്താ തിരുമേനി എന്നോട് ചോദിച്ചില്ലേ
എന്താ വെച്ചാ കാര്യങ്ങളൊക്കെ പോകുന്നത് ഏതർത്ഥത്തിലാണെന്നറിയാവോ? സാമ്പത്തിക വശം എങ്ങനെയുണ്ടെന്നാ എന്നോട് ചോദിച്ചത്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞോളെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ആവശ്യം പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ഇന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. വീട്ടിലെ മൂത്തയാളാ. തിരുമേനി അത് സബലീകരിച്ചു. ഞാൻ അബുദാബി ചെന്നതിന് ശേഷം തിരുമേനി കാലം ചെയ്യുന്നതിന് മുമ്പ് അത് ഞാൻ ഡ്രാഫ്റ്റ് എടുത്ത് തിരുമേനിക്ക് അതിന്റെ ഇരട്ടി അയച്ചു കൊടുത്തു. എനിക്ക് അങ്ങനെ ഒരു സഹായം കിട്ടാനായിട്ട്, തിരുമേനി അത് അങ്ങനെ ചോദിക്കാനായിട്ട്, ഞാൻ അത്രയ്ക്ക് ബൗദ്ധിക ലെവലിലും ആളുകളുമായിട്ട് അടുപ്പമില്ലാത്ത രീതിയിൽ ഡിസ്റ്റൻസ് കീപ്പ് നിൽക്കുന്ന വ്യക്തിത്വം അല്ല ഗ്രിഗോറി തിരുമേനി. സാധാരണക്കാരോട് ചേർന്ന് നിൽക്കുന്ന ആളാ. പക്ഷേ തന്റെ പ്രവർത്തനത്തിന്റെ ബാഹുല്യ സമയത്തിന്റെ ഒക്കെ കാര്യങ്ങളെല്ലാം കൂടി കണക്കാക്കി നോക്കുമ്പോൾ തിരുമേനിക്ക് അതിന് അവൈലബിൾ ആകാനായിട്ട് പലപ്പോഴും പറ്റുന്നില്ല. രണ്ട് കാര്യം ഞാൻ തിരുമേനിയിൽ നിന്ന് പഠിച്ചത്: നന്നായിട്ട് വായിക്കണം, പഠിക്കണം. രണ്ടാമത്, വായിച്ചു പഠിക്കുന്നത് പ്രവൃത്തിപഥത്തില് എന്നെ പോലെ ജീവിക്കുന്ന മറ്റുള്ളവർക്ക് ഏതൊക്കെ തരത്തിൽ ചെയ്തു കൊടുക്കുക. അതായത് പണം മാത്രമല്ല, കായികമായിട്ട്, ഭൗതികമായിട്ട് അല്ലാത്ത തരത്തിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും. ഈ രണ്ട് കാര്യം തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് അച്ഛാ. അച്ഛൻ്റെ വളരെ വാല്യുബിൾ ആയിട്ടുള്ളതായ ഒരു ഇൻസൈറ്റ്സ് ആയിരുന്നു. അച്ഛൻ്റെ തിരുമേനിയുമായിട്ടുള്ള ആ കാലഘട്ടത്തിൽ അച്ഛൻ ലഭിച്ച ഇൻസൈറ്റ്സ് ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച് അച്ഛാ. താങ്ക് യു. God bless you.